നമസ്കാരം ഫ്രണ്ട്സ്. നമുക്ക് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത് ഹാൻസ് ആണ്. ഹാൻസിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണെങ്കിൽ, ഹാൻസുമായിട്ട് ഞാൻ എങ്ങനെ കണക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഒരു ഇൻട്രൊഡക്ഷൻ ടു കൺസൾട്ടിങ് വീഡിയോ നമ്മൾ വൈശാഖും അക്ഷയുമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ബാച്ച്മേറ്റ് ആണ് NITC-യിൽ 2017 NITC ബാച്ച് ആണ്. അവിടുത്തെ സ്റ്റുഡന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം ഹാൻസ് കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന മ്യൂസിക്കുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്. ആൻഡ് ആ ഒരു സ്റ്റിന്റിന് ശേഷം 2022-ല് ടക്ക് സ്കൂൾ ഓഫ് ബിസിനസ്സിൽ US-ൽ MBA ചെയ്ത് 2024-ല് MBA കഴിഞ്ഞ് ഗ്രാജുവേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പം അൻലെസ് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം ഇത്രയാണ് എനിക്ക് ഹാൻസിന്റെ ഒരു പ്രൊഫഷണൽ എനിക്കും അറിയാവുന്നത്. നമുക്ക് കൂടുതൽ ഹാൻസിന്റെ അടുത്ത് തന്നെ ചോദിക്കാം. പക്ഷെ ഹാൻസിനെ എന്ത് കൊണ്ടുവരാനുള്ള ഒരു മെയിൻ റീസൺ എന്താന്ന് പറഞ്ഞാൽ, ഒരുപാടധികം ആൾക്കാർ എനിക്ക് ടെക്സ്റ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, MBA ഇന്ത്യയിൽ ചെയ്യണോ അതോ MBA പുറത്ത് ചെയ്യണോ എന്നുള്ളത്. അപ്പം ആ ഒരു ക്വസ്റ്റ്യന് വലിയൊരു റെലവൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം തമിഴ്നാട്ടിൽ പോയി MBA പഠിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കുന്ന പോലെയാണ്. തമിഴ്നാട്ടിൽ ഇപ്പം IIT മദ്രാസ് NIRF റാങ്ക് 1 അതും അവിടെ ഉണ്ട്. അറ്റ് ദി സെയിം ടൈം അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ 350 കോളേജും ഉണ്ട്. അപ്പൊ നമ്മള് ഒരു രാജ്യത്തല്ല നമ്മൾ പോയി പഠിക്കുന്നത്, അവിടുത്തെ യൂണിവേഴ്സിറ്റീസിലാണ് പഠിക്കുന്നത്. യൂണിവേഴ്സിറ്റീസിന്റെ റാങ്കിങ് വ്യത്യാസമുണ്ട്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തരുന്ന പ്രോഗ്രാമിന് ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്ക് അങ്ങനെ ബ്ലാങ്കറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പം നമ്മള് ഇന്ന് ഹാൻസിന്റെ അടുത്ത് മെയിൻ ആയിട്ട് ചോദിക്കുന്ന, ഹാൻസ് ഒരു ഐ തിങ്ക് ഇറ്റ്സ് എൻ ഐവി ലീഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഐ മീൻ ടച്ച് സ്കൂൾ ഓഫ് ബിസിനസ് ഈസ് വൺ ഓഫ് ദി 8 ഐവി ലീഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ ഒരു ഐവി ലീഗ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വേഴ്സസ് ഇപ്പം ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും പ്രീമിയർ MBA, അതായത് ഒരു അഹമ്മദാബാദ്, ബാംഗ്ലൂർ, അല്ലെങ്കിൽ ഒരു SPGN, XLRI, ഈവൻ ഒരു ISB ലെവൽ, ആ ഒരു 4-5 MBAs വേഴ്സസ് ഒരു US-ൽ അല്ലെങ്കിൽ വേൾഡ് ടോപ്പ് MBAs, ഇപ്പം ഇൻസീഡ്, സ്റ്റാൻഫോർഡ്, അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് MBAs കമ്പയർ ചെയ്യാം. അറ്റ് ദി സെയിം ടൈം ഹാൻസിന് അത്ര ഡെപ്തിൽ അറിയില്ലെങ്കിലും അവിടുത്തെ ഒരു Tier 2, Tier 3 MBA വേഴ്സസ് ഇവിടുത്തെ ടോപ്പ് MBA നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പം ഇൻ ജനറൽ ഇതൊരു കാഷ്വൽ കോൺവെർസേഷൻ ആണ്. നമ്മൾ നേരത്തെ പ്ലാനും ചെയ്തിട്ടില്ല. സോ മോസ്റ്റ്ലി ലൈക്ക് കൾച്ചർ എങ്ങനെയാണ്, മൊത്തത്തിലുള്ള ഒരു 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 കിട്ടുന്ന ഒരു ലേണിംഗ് കേർവ് എങ്ങനെയാണ്, മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യും. ഹാൻസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞത് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ്. ഹാൻസ് തന്നെ ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. താങ്ക് യു സാർ. അതായത് നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു NIT കാലിക്കറ്റ് 2013 to 2017. പിന്നെ കൺസൾട്ടിങ്, മോസ്റ്റ്ലി ഹെൽത്ത് കെയർ കൺസൾട്ടിങ്ങിലേക്ക് കടന്നു. മ്യൂസിക് മൈൽ തുടങ്ങി, പിന്നെ GS അസോസിയേറ്റ്സ്, പിന്നെ ഒരു ലാസ്റ്റ് 3 കൊല്ലം ഞങ്ങളൊരു സ്റ്റാർട്ടപ്പുമായിട്ട് കുറച്ച് നടക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കോവിഡും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഞാൻ മറ്റേ CAT പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു ഫുൾ ഫ്ലെഡ്ജ് പ്രിപ്പറേഷൻ ഒരിക്കലും ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല. ഒന്നാമത് ഈ സ്റ്റാർട്ടപ്പിലേക്ക് കയറി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ലേശം ടൈമിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോവിഡ് വന്ന് വർക്ക് ഫ്രം ഹോമും കാര്യങ്ങളൊക്കെ ആയപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യം CAT ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ GMAT-ൽ ഫുള്ളി ഫോക്കസ് ചെയ്ത് ഞാനൊരു ISB ആയിരുന്നു എന്റെ മനസ്സിൽ. കാരണം എനിക്ക് ഇന്ത്യ വിട്ട് പോകണമെന്നുണ്ടായിരുന്നില്ല. അപ്പൊ ISB വിചാരിച്ചാണ് GMAT-ലേക്ക് കയറിയത്. പിന്നെ അതിൽ നിന്ന് പയ്യെ ഇപ്പോ എന്റെ കമ്പനിയുടെ CEO ഒരു കെലോഗ്, ഇവിടുത്തെ ഒരു കെലോഗ് ബിസിനസ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടി. പിന്നെ ഞങ്ങളുടെ ഒരു ക്ലൈന്റ് ഞാനിപ്പോ പഠിച്ചിറങ്ങിയ ടക്ക് ബിസിനസ് സ്കൂളിൽ തന്നെയായിരുന്നു. ആളൊരു 2000 ഗ്രാജുവേറ്റ് ആണ്. സോ ഇറ്റ്സ് ലൈക്ക് ആള് കുറച്ച് ഓൾഡ് ആണ്. പക്ഷെ എന്നാലും നമ്മുടെ ഒരു ക്ലൈന്റ് ആയിരുന്നു. ആളൊരു മെന്റർ പോലെ എങ്ങനെയായി. അപ്പോൾ അങ്ങനെ ഈ രണ്ട് പ്രോപ്പർ US ബിസിനസ് സ്കൂളായിട്ട് കുറച്ചൊരു എക്സ്പോഷർ കിട്ടി എന്റെ വർക്ക് വഴി തന്നെ. അപ്പോ GMAT-ൽ ഇത്തിരി നല്ല സ്കോർ കിട്ടിയപ്പോ ഞാൻ എന്നാ കുറച്ച് US സ്കൂൾസും കൂടി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു 4-5 സ്കൂൾസിന്റെ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കി. ഒരു ടോപ്പ് 15-ലുള്ള ഒരു 4-5 സ്കൂളിന്റെ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കി. അവസാനം ടക്കാണ് നമുക്ക് എല്ലാതും കൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പൊ അങ്ങനെ ടക്കിലെത്തി. 2 കൊല്ലം ടക്കിലത്തെ MBA പരിപാടി കഴിഞ്ഞ് ഇപ്പോ ലാസ്റ്റ് ഒരു 1 ഇയർ ആയിട്ട് അനാലിസിസ് ഗ്രൂപ്പിൽ എക്കണോമിക് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഒരു സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്ന് ഇക്കോൺ കൺസൾട്ടന്റ് ഒരു നല്ല ദൂരമുണ്ട്. എന്നാലും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പണ്ട് MBA-ക്ക് മുമ്പ് ചെയ്തായിരുന്ന ഹെൽത്ത് കെയർ കൺസൾട്ടിങ് കുറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ റോളിലാണെങ്കിലും കുറെ ഡേറ്റ അനലിറ്റിക്സ് ആൻഡ് അങ്ങനെ കൺസൾട്ടിങ് റിലേറ്റഡ് കാര്യങ്ങളിൽ. ഇതന്നെയാണ് നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്റെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസും ഒരു മേജർ അക്കാഡമിക് കാര്യങ്ങളൊക്കെ.
യാ, ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇനി നിങ്ങൾ ഗോട്ട് പറഞ്ഞ ഇറ്റ്. പോലെ നമ്മളിപ്പോ പ്രത്യേകിച്ചൊരു ഞാൻ ഞാൻ കാര്യങ്ങളൊന്നും പ്രിപ്പയർ ഞാൻ ഹാൻസുമായിട്ട് ഈ ആൻസറിങ് ഒരു വാട്ട്. ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ തന്നെ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം, അതായത് എന്റെ മനസ്സിൽ ഇപ്പോഴും നമ്മളിതൊരു 2 ഇയേഴ്സ് 3 ഇയേഴ്സ് മുന്നേ നടന്ന ഒരു സംഭവമാണ്. നമ്മള് ഹാൻസ് കോഴിക്കോട് ഒരു മാരേജ് കല്യാണത്തിന് വന്ന സമയത്ത് നമ്മൾ രാവിലെ പാരഗണിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പാരഗണിൽ വെച്ച് കണ്ട് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അന്ന് ഹാൻസ് MBAക്ക് പ്രിപ്പയർ ചെയ്യോ, ഐ മീൻ ജിമാറ്റ് എഴുതി US ജിമാറ്റ് പോവാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. നോക്കി ഇന്റർവ്യൂ അതുണ്ട് അറ്റൻഡ് അതുണ്ട്. ചെയ്യുന്ന ആ ഒരു ടൈമിലായിരുന്നു. ആ, അപ്പൊ ആൻസ് പറഞ്ഞു, ഞാൻ 2 3 വർഷം കാത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, കാഷ്വലി എഴുതി, എനിക്ക് IIM കോഴ്സ് കിട്ടി. പക്ഷെ അന്ന് ഹാൻസിന് കുറച്ച് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതായത് ഒരു ഉണ്ട്. 3 4 ഇയേഴ്സ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ശരിക്കും MBA എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഈവൻ ഇന്ത്യയിലാണെങ്കിലും ഡിസൈൻ ചെയ്തത് MBA ഫോർ പീപ്പിൾ വിത്ത് വർക്ക് എക്സ്പീരിയൻസ്, ഒരു 3 to 4 ഇയേഴ്സ് ഓഫ് കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് കിട്ടിയ ആൾക്കാർക്ക് വേണ്ടിയാണ്. പക്ഷെ ഏതോ ഒരു ബി സ്കൂൾ IIMന്റെ ഇന്റർവ്യൂവിന് പോയ സമയത്ത് അവര് ചോദിച്ചു, അത് കൂടെ ഇരുന്ന ഇന്റർവ്യൂവിനെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ ചോദിച്ചു, ഓ 4 വർഷം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അപ്പൊ എക്സിക്യൂട്ടീവ് MBAക്ക് ആണോ ഇന്റർവ്യൂവിന് വന്നതെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പം അതെ. ശരിക്കും ഒരു ഇന്ത്യൻ MBAസിനോട് അങ്ങനത്തെ ഒരു എന്താ പറയാ, ആ, ഒരു ഒരു ദേഷ്യമുണ്ടോ ആ ഒരു രീതിയിൽ? അതായത് MBA ഭയങ്കരമായിട്ട് ഡയല്യൂട്ടഡ് ആയി എന്ന് തോന്നുന്നുണ്ടോ? അതായത് ഭയങ്കരമായിട്ട് ഫ്രഷേഴ്സിനെ എടുക്കുന്നു, ആ, എല്ലാരും ഒരു 3rd ഇയർ തൊട്ട്, അല്ലെങ്കിൽ കാറ്റ് പ്രിപ്പയർ ചെയ്ത് 4th ഇയറിൽ കാറ്റ് എഴുതുന്നു, അല്ലെങ്കിൽ 3 ഇയർ ഉം. ഡിഗ്രി ആണെങ്കിൽ 2nd ഇയർ തൊട്ട് പ്രിപ്പയർ ചെയ്ത് 3rd ഇയർ കാറ്റ് എഴുതി നേരെ MBA വന്ന് ഡയല്യൂട്ട് ആയി പോയതുപോലെ തോന്നുന്നുണ്ടോ? ഈസ് ദാറ്റ് വൺ ഓഫ് ദി റീസൺ വൈ യു ചൂസ് ടു ഗോ ടു ദി US ഫോർ യുവർ MBA? ആ, ശരിക്കും പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇടാം. അതായത് അതൊരു കാരണമായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഇത് കുറച്ച് ഇത് ശരിക്കും നീ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായത് ബേസിക്കലി എനിക്ക് ലാസ്റ്റ്, അതായത് ഞാൻ ജിമാറ്റ് എഴുതി എനിക്ക് ടക്കിന്റെ ആക്സെപ്റ്റൻസ് കിട്ടിയതിന് ശേഷമായിരുന്നു അക്കൊല്ലത്തെ കാറ്റിൽ എനിക്ക് IIMAന്റെ കോൾ വന്നിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂവിന്. അപ്പോ അതിന് പോയിരുന്നപ്പോഴാണ് ഈ പറഞ്ഞ സംഭവം ഉണ്ടായത്. ഞാൻ ഇന്റർവ്യൂ റൂമിൽ ഇരുന്നപ്പോ ബാക്കി ഞാൻ മാത്രമാണ്, എനിക്ക് ഓൾമോസ്റ്റ് 5 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ആ ടൈമിൽ. ബാക്കി എല്ലാവരും, പിന്നെ ഐ തിങ്ക് നെക്സ്റ്റ് വാസ് ഒരു 3 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരു 2 പേരുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ജസ്റ്റ് ഔട്ട് ഓഫ് അണ്ടർഗ്രാഡ് അല്ലെങ്കിൽ ഫൈനൽ ഇയർ ഓഫ് അണ്ടർഗ്രാഡ്, പിന്നെ 1 വർഷം എക്സ്പീരിയൻസ്, അങ്ങനത്തെ ആൾക്കാരായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കോൺവെർസേഷൻ, ഇന്റർവ്യൂ റൂമിൽ ഉണ്ടായിരുന്ന കോൺവെർസേഷനിൽ അവരിങ്ങനെ എക്സിക്യൂട്ടീവ് എന്താ ട്രൈ ചെയ്യാത്ത, എന്തിനാണ് ഈ MBAക്ക് ഇരിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചാൽ ലൈക്ക് അത് എനിക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമായിരുന്നു. ലൈക്ക് നമുക്ക് അറിയാത്ത കാര്യം നമ്മൾ കേൾക്കുന്നതാണല്ലോ. ഇതിപ്പോ നിങ്ങളാണെങ്കിലും ഇപ്പൊ നീ പറഞ്ഞ പോലെ വൈശാഖ്, കണ്ണോളി, ഇവരെല്ലാവരും പഠിച്ചിറങ്ങിയതല്ലോ. അപ്പൊ നമുക്കൊരു അറിയാം ഇങ്ങനെയാണ് മിക്സ് എന്ന്. പക്ഷെ ആ ഒരു ഇന്റർവ്യൂ റൂമിൽ ഇരുന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നമുക്കൊരു ചെറിയ ഒരു ഓക്കെ, ലൈക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മളൊരു എന്താണ്, കുറച്ചൊരു പഴയ ആൾക്കാരുടെ വൈബായിരിക്കോ, ബാക്കി പിള്ളേരെല്ലാവരും ജസ്റ്റ് അണ്ടർഗ്രാഡ് കഴിഞ്ഞ ആൾക്കാര്. അപ്പോ അങ്ങനെ ഒരു തോട്ട് എന്തായാലും ഉണ്ടായിരുന്നു. ഞാനപ്പോ എയുടെ കോള് മാത്രമാണ് ഞാൻ ഇന്റർവ്യൂവിന് പോയിട്ടുള്ളത്. കാരണം ഞാൻ ആ ടൈമിലേക്ക് ആയപ്പോഴേക്കും ഓൾറെഡി ഇങ്ങനെ നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും പോകണം, US പോകാം, MBA ചെയ്യാം എന്നുള്ളതൊക്കെ. അപ്പോ അത്തവണ വെറുതെ എയുടെ കോൾ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതാണ് ആദ്യത്തെ തവണ കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് പോയതാണ്. പക്ഷെ ഐ ഹാഡ് ഓൾറെഡി മെയ്ഡ് അപ്പ് മൈ മൈൻഡ്, ഞാൻ എന്തായാലും US പോകുന്നുള്ളത്. പക്ഷെ അതൊരു ഐ ഐ തിങ്ക് അതൊരു മേജർ റീസൺ ആയിരുന്നു. നമ്മൾ എന്തായാലും അത്രയും ഒരു എക്സ്പീരിയൻസ് എത്തിയതിനു ശേഷം അവിടെ ഇന്ത്യയിൽ തന്നെ ഒരു MBA ചെയ്യാന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കൾച്ചറിൽ അറ്റ്ലീസ്റ്റ് ഐ ഡോണ്ട് തിങ്ക് അത്ര ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. എന്റെ ഒരു മനസ്സിൽ നീ പറഞ്ഞ പോലെ അതൊരു ദേഷ്യമോ അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ടല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ ഒരു കൾച്ചർ അനുസരിച്ച് IIMന്റെ ഒരു ദർ ഇസ് ഡെഫിനറ്റ്ലി ഒരു ഫേവറിംഗ് ഉണ്ട്. ഒരു 1 to 2 ഇയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മാക്സിമം 3 ഇയർ എക്സ്പീരിയൻസ് വരെയുള്ള ആൾക്കാരെയാണ് IIM പ്രിഫർ ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നിയിരുന്നു. അതായത് ഞാൻ കേട്ടിരിക്കുന്ന ഇപ്പോ അവിടെ IIMകളിൽ പഠിച്ചിറങ്ങിയിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ആരാണെങ്കിലും പറയുന്നത് അങ്ങനെയാണ് അവരും കണ്ടുവരുന്ന ഒരു ട്രെൻഡ്. അപ്പോ നമ്മളൊരു ഇപ്പൊ 5 കൊല്ലം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളും ഒരു സാലറി റേഞ്ചിലൊക്കെ എത്തിയിരിക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു MBA അതിനേക്കാളും കൂടിയ റേഞ്ചിലേക്ക് നമ്മൾ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കൺസിഡർ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇന്ത്യയിൽ ചെയ്യുകയാണെങ്കിൽ ISB ആയിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംഭവം. അതൊരു 1 ഇയർ കോഴ്സാണ്, നമുക്ക് അപ്പൊ അധികം എക്സ്പീരിയൻസ് ലോസ് ആവുന്നില്ല. അപ്പോ ഓൾമോസ്റ്റ് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ തന്നെ ഉള്ളൊരു സംഭവമാണ്. അപ്പോ പക്ഷെ അവസാനം ഞാൻ ജിമാറ്റ് എഴുതി സ്കോർ കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ അവസാനം ISBക്ക് അപ്ലൈ പോലും ചെയ്തില്ല. കാരണം കുറച്ച് ഫ്രണ്ട്സ് അവിടെ പഠിച്ചിറങ്ങി. അപ്പൊ അവര് ISBയുടെ ഭയങ്കര വലിയ ക്ലാസ് സൈസിനെ പറ്റി പറഞ്ഞപ്പോ എനിക്ക് അത് കുറച്ചൊരു പ്രശ്നമായിട്ട് തോന്നി. അപ്പൊ അങ്ങനെയാണ് ഞാൻ US MBAs കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. സ്കോർ കുഴപ്പമില്ല, കിട്ടാവുന്നുള്ളൊരു ചാൻസ് ആയി. 2 നല്ല
ഇപ്പൊ ഞാൻ പറഞ്ഞ രണ്ട് എന്റെ സിഇഒ ആണെങ്കിലും എന്റെ മെന്റർ ആണെങ്കിലും അങ്ങനെ രണ്ട് നല്ല എക്സ്പീരിയൻസ് എന്താണ് നമ്മുടെ ഒരു ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ തരുന്ന ആൾക്കാർ അവർ രണ്ടുപേരായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയിരുന്നു എനിക്ക് കുറച്ച് തരക്കേടില്ലാത്ത US സ്കൂൾസ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത് കുഴപ്പമില്ലാതെ പോയി. അപ്പൊ അതാണ് ഒരു മൊത്തം സ്റ്റോറി. അവിടെ എനിക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ, ബൈ ദ വേ, ISB ഇപ്പം നമ്മുടെ IIMSലെ പോലെ 2 year MBA ഫോർ ഫ്രഷേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. 0 to 2 years അതെ. കഴിഞ്ഞ വർഷം തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. സോ എഗെയിൻ ഓക്കെ. ISBയും ആ ഒരു ലൈനിലോട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഹാൻസ് ഓൾറെഡി NIT എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഹാൻസിന്റെ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കരിയർ പ്രൊജക്ടറിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അത് ഒരു മേജർ റീസൺ ആയിരുന്നോ ദാറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന ബി സ്കൂൾ തന്നെ നോക്കണം, അല്ലെങ്കിൽ പുറത്തു പോയിട്ട് ഏറ്റവും ടോപ്പിൽ ചെയ്യണം? അതായത് ഒരു ബ്രാൻഡ് പിന്നെയും ഡയലൂട്ട് ചെയ്തത്, ഓൾറെഡി ഒരു NITC ബ്രാൻഡ് ഒരു ഡീസന്റ് ഗുഡ് UG ബ്രാൻഡ് ഇന്ത്യയിൽ കിട്ടാവുന്ന നല്ലൊരു ബ്രാൻഡ് ഉള്ളതുകൊണ്ട് ആ ബ്രാൻഡ് അപ്ഗ്രേഡ് വാസ് വൺ ഓഫ് ദി റീസൺ. അതായിരുന്നു ഒരു മേജർ പുൾ, അതോ ഇറ്റ് വാസ് ജസ്റ്റ് അബൌട്ട് ദി സാലറി? ഡെഫിനറ്റ്ലി ബ്രാൻഡ് അപ്ഗ്രേഡ് ഒരു ഫാക്ടർ ആയിരുന്നു. ഞാൻ ഉണ്ടായിരുന്ന ടൈമിൽ എന്റെ മനസ്സിൽ ABC അല്ലെങ്കിൽ ലക്നൗ, നിങ്ങളെ ഒരു ടേം യൂസ് ചെയ്യില്ല, ആ ഒരു ലക്നൗ, കോഴിക്കോട്, ഇൻഡോർ, അപ്പൊ ആ ഒരു ടോപ്പ് 6 ആയിരുന്നു എന്റെ മനസ്സിൽ ഞാൻ ക്രാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടിരുന്നത്. സ്കോറുകൾ തരക്കേടില്ലായിരുന്നു, പക്ഷെ വേറൊരു മെയിൻ ഇഷ്യൂ എന്റെ എന്താ വെച്ചാൽ അണ്ടർഗ്രാഡ് പോയിന്റ് ഇത്തിരി പ്രശ്നമായിരുന്നു. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ നമുക്കൊരു വഴിയല്ല. അപ്പോ കാറ്റ് അതുകൊണ്ട് എനിക്ക് എപ്പോഴും എനിക്ക് മനസ്സിന്റെ ഇങ്ങനെ പില്ലറിയായിരുന്നു, നമുക്ക് ഇത് നല്ല നമ്മൾ വിചാരിക്കുന്ന ഒരു ടോപ്പ് 6 എത്തണമെങ്കിൽ ഒരു 99.5 ക്രോസ് ചെയ്യണം എന്നുള്ള ഒരു ഇത് അറിയായിരുന്നു. അപ്പോ അത് നടക്കാൻ തീരെ ചാൻസ് ഞാൻ കാണുന്നുണ്ടായിരുന്നില്ല. സോ ടോപ്പ് 6 കയറാതെ നീ പറഞ്ഞ പോലെ ഒരു ബ്രാൻഡ് ഡൈലൂഷൻ, അതിന്റെ ഒരു സെൻസ് ഞാൻ കാണുന്നുണ്ടായിരുന്നില്ല. എസ്പെഷ്യലി നമ്മളിങ്ങനെ പ്ലേസ്മെന്റ് സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തിയാൽ മാത്രമാണ് ഞാനിപ്പോ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന 2 കൊല്ലത്തിന്റെ ആണെങ്കിലും ആ ഒരു നമ്മളെടുക്കുന്ന ലോണിന്റെ ആണെങ്കിലും കാര്യങ്ങളിലേക്ക് ഒരു റിട്ടേൺ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പ് 6 ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അല്ല, ബാക്കി ബി സ്കൂൾസ് കുഴപ്പമായിട്ടോ അല്ലാണ്ട് അങ്ങനെ മോശമായിട്ടൊന്നല്ല. ഞാൻ എന്റെ ഒരു മനസ്സിൽ കാണുന്നുണ്ടായിരുന്നപ്പോ നീ പറഞ്ഞ പോലെ എന്തായാലും NIT കാലിക്കറ്റ് നമ്മൾ പഠിച്ചിറങ്ങി, ഇനിയിപ്പോ ഒരു ലെവലപ്പ്, അതായത് നമ്മളെ ഒരു പുഷ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നത്. അല്ലാതെ നമുക്കൊരു ആ ഒരു ലെവലപ്പിനേക്കാളും കൂടുതൽ നമുക്ക് സ്വന്തമായിട്ട് തോന്നണല്ലോ, നമ്മൾ തന്നെ ഒന്ന് പുഷ് ചെയ്തു അടുത്തൊരു ലെവലിലേക്ക്, അടുത്തൊരു സ്റ്റെപ്പിലേക്കാണ് നമ്മൾ കയറുന്നത് എന്നുള്ളൊരു സംഭവം തോന്നുന്നു. അപ്പോ എസ്പെഷ്യലി ഈ അണ്ടർഗ്രാഡ് പോയിന്റ്സ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ഇന്റർവ്യൂ കോൾസ് നമുക്ക് അറിയുന്നതുകൊണ്ട് എനിക്കറിയായിരുന്നു അതൊരു ഡിഫിക്കൽട്ട് സ്റ്റെപ്പ് ആണ് ആ ഒരു ടോപ്പ് 6 ക്രാക്ക് ചെയ്യാന്നുള്ളത്. ഫണി എനഫ് ആ ലാസ്റ്റ് അഹമ്മദാബാദ് കോൾ വന്നത് ഒരു മെയിൻ റീസൺ എനിക്കാണ്. അത് മറ്റേ കോവിഡ് ഇയർ ആയതുകൊണ്ട് അവര് അണ്ടർഗ്രാഡിന്റെ പോയിന്റ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ആ ലാസ്റ്റ് തവണ അഹമ്മദാബാദിന്റെ കോൾ വന്നത് തന്നെ. സോ എനിവേസ് ലൈക്ക് പോയിന്റ്, അപ്പോ ഞാൻ എഴുതിയ ആ 2-3 കൊല്ലം എനിക്ക് അറിയായിരുന്നു അതെന്തായാലും എളുപ്പം നടക്കുന്ന ഒരു കാര്യമല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്, അതിനുള്ള ടൈമും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് അതങ്ങനെ പുഷായി പോയി. അപ്പൊ പിന്നെ 5th ഇയർക്ക് എത്തിയപ്പോ 4 years ഓഫ് വർക്ക് എക്സ് ആയി, 4.5 years ഓഫ് വർക്ക് എക്സ് ആയപ്പോ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോ IIMല് പോണേക്കാളും നല്ലത് പുറത്ത് നോക്കുന്നതോ അല്ലെങ്കിൽ വേറെ ഒരു ടൈപ്പ് ഓഫ് MBA നോക്കുന്നതായിരിക്കും. അങ്ങനെയാണ്. അപ്പൊ മൊത്തത്തില് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബ്രാൻഡ് അപ്ഗ്രേഡ്. എനിക്കും അറിയായിരുന്നു ഇത് കുറച്ചൊരു ഡിഫിക്കൽട്ട് സംഭവമാണ് ഈ ടോപ്പ് 6 ക്രാക്ക് ചെയ്യാന്നുള്ളത്. ഇൻ ജനറൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരുന്നു ഈ അണ്ടർഗ്രാഡിന്റെ CGPA കുറച്ച് നീ പറഞ്ഞ പോലെ. അടുത്ത ഒരു മെയിൻ ക്വസ്റ്റ്യൻ, അതായത് ഞാൻ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ്, ഞാനിപ്പോ ഓൾറെഡി ഇന്ത്യയിൽ ഇപ്പൊ MBA കഴിഞ്ഞതുകൊണ്ടും എന്റെ അടുത്ത് കുറെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഞാൻ കുറച്ച് ഇന്ത്യൻ MBA ഡിഫെൻഡ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. എനിക്ക് ബേസിക്കലി വേണ്ടത് ഹാൻസിന്റെ ഒരു പെർസ്പെക്റ്റീവ് ഓൺ അവിടുത്തെ ഇത് എന്താണെന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ കുറച്ച് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പല ആൾക്കാരും നമ്മുടെ സ്റ്റുഡൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം. അപ്പൊ ഹാൻസ് അതിന്റെ ഒരു റിയാലിറ്റി, അവിടുത്തെ റിയാലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നാവും. ആദ്യത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പറയുന്നത് കംഫർട്ട് ആണ്. കംഫർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ബി സ്കൂളിൽ പോകുമ്പോൾ ഇവിടെ മൊത്തത്തിലൊരു കംപ്ലീറ്റ്ലി റെസിഡൻഷ്യൽ ക്യാമ്പസിലാണ് 2 years പോകുന്നത്. അപ്പൊ നമ്മൾ ആ ഫീസ് പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കയറുന്ന സമയം തൊട്ടുള്ള നമ്മളുടെ കംപ്ലീറ്റ് ആ ഒരു ജേർണി, അതായത് കയറുന്ന തൊട്ടുള്ള നമ്മളുടെ ഹോസ്റ്റല്, ഫുഡ്, അക്കോമഡേഷൻ ഈസ് ടേക്കൺ കെയർ, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഈസ് ടേക്കൺ കെയർ, കംപ്ലീറ്റ് അമ്യൂണിറ്റീസ് ഈസ് ടേക്കൺ കെയർ. ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റ്സും അവരുടെ ബാധ്യതയാണ്, കോളേജിന്റെ ബാധ്യതയാണ്. അപ്പം
if you get into a top 6 or top 10, top 15 B schools, highly likely 99% നിങ്ങൾക്ക് അവിടെ നിന്ന് ക്യാമ്പസിൽ നിന്ന് തന്നെ ഇതിന്റെ എല്ലാം സപ്പോർട്ട് കിട്ടും. സോ ദി എമൗണ്ട് ഓഫ് പ്രഷർ യു വിൽ ഹാവ് ടു ടേക്ക് വളരെ കുറവാണ്. ആൻഡ് പുറത്ത് പോയി കഴിഞ്ഞാൽ ഐ മീൻ ഈവൻ ഇഫ് ഇറ്റ്സ് ടോപ്പ് ബി സ്കൂൾസ്, ഇതെല്ലാം നിങ്ങളുടെ ബാധ്യതയാണ്. സോ ഇറ്റ്സ് ഹൈലി എന്താ പറയാ സബ്ജക്റ്റീവ്. ഇപ്പൊ ചില ആൾക്കാർക്ക് അത് തീരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻസിന്റെ ഒരു വെർഷൻ എന്തായിരിക്കും? ഞാൻ പറയുകയാണെങ്കിൽ ഐ അഗ്രി വിത്ത് വാട്ട് എവർ യു സെഡ്. അതായത് നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. ഇത് എസ്പെഷ്യലി നമ്മളിങ്ങനെ ഒരു രാജ്യം തന്നെ മാറി, എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇതിപ്പോ. നമ്മൾ വേറെ, ഞാൻ ഒരിക്കൽ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് എടുത്തു എന്നല്ലാതെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ മാറി നിൽക്കുന്നതും ഇത്ര ദൂരത്തേക്ക് പോകുന്നതും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വലിയൊരു റിസ്ക് ആണ്. പിന്നെ നീ പറഞ്ഞ ഒരു കാര്യത്തോട് മാത്രം ഞാൻ ചെറുതായിട്ടൊന്ന് പുഷ്പാക്കിയും, അത് ഈ പ്ലേസ്മെന്റ്സിനെ പറ്റിയിട്ടാണ്. അതായത് അത് കുറച്ച് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് നമ്മുടെ നാട്ടിലുള്ള കുറെ ആൾക്കാരുടെ. അതായത് ഈ ഒബ്വിയസ്ലി ഇപ്പൊ നമ്മുടെ IIMകളിൽ ടോപ്പ് 6 IIMകളിൽ അല്ലെങ്കിൽ ടോപ്പ് 10 IIMകളിലുള്ള പോലെ ഒരു പ്ലേസ്മെന്റ് കമ്മിറ്റിയോ അല്ലാതെ അതിങ്ങനെ ഇത്രയും നമ്മളെ പുഷ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു പ്ലേസ്മെന്റ്സ് ഇവിടെ ഇല്ലെങ്കിലും ഒരു ടോപ്പ് 15 ബി സ്കൂൾ പ്രോഗ്രാംസിൽ പോവുകയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും ഇവരിങ്ങനെ പറയുന്ന ഒരു ട്രഡീഷണൽ പാത്സ് ഉണ്ട്. അതായത് ഒന്നില്ലെങ്കിൽ കൺസൾട്ടിങ്, അല്ലെങ്കിൽ ബാങ്കിങ്, അല്ലെങ്കിൽ ഒരു ചെറിയ ബിഗ് ടെക് സംഭവങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വളരെ സ്ട്രീംലൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഇവിടുത്തെ ബിസിനസ് സ്കൂൾസിലുമുണ്ട്. അപ്പോ യൂഷ്വലി ഇന്റേൺഷിപ്പ് ആണെങ്കിലും ഫുൾ ടൈം ആണെങ്കിലും നീ ഒരു ടോപ്പ് 10 or 15 ബി സ്കൂൾസ് ഇൻ ദ US ആണ് എടുക്കുന്നത് വെച്ചാൽ ആ ഒരു ടോപ്പ് 15 യൂഷ്വലി അവര്, അതായത് ഈ പറയുന്ന ഇപ്പൊ MBB കൺസൾട്ടിങ് അല്ലെങ്കിൽ Tier 2 കൺസൾട്ടിങ് കമ്പനീസ് ആണെങ്കിലും മോസ്റ്റ് ഓഫ് ദ ബിഗ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് എല്ലാവരും അവര് തന്നെ നമ്മുടെ കോളേജിൽ വന്ന് ഒരു പ്രസന്റേഷൻ നടത്തി അവര് കോഫി ചാറ്റ്സ് ഓഫർ ചെയ്യലും അങ്ങനെ കുറെ ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ അവർ കുറെ സംഭവങ്ങൾ ഇപ്പോ US ബിസിനസ് സ്കൂൾസിലും ഉണ്ട്. അപ്പോൾ അത് മാത്രമാണ് ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉള്ളത്. എല്ലാ സ്കൂൾസിലും അങ്ങനെയാണ്. പക്ഷെ ലൈക്ക് ഐ സെഡ്, ഇത് ഒരു ടോപ്പ് 15 ബിസിനസ് സ്കൂൾസിൽ മാത്രമാണ് അത്രയും സ്ട്രോങ് ആയിട്ട് നടക്കുള്ളൂ. കാരണം അവർ അത്രയും ആൾക്കാർ എടുക്കുന്ന സ്കൂൾസിൽ മാത്രമാണ് അവർ ഇത്ര ഫോക്കസ് ചെയ്യുള്ളൂ. ഇപ്പോൾ കൺസൾട്ടിങ് ആണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ആണെങ്കിലും ഒരു ഐ വുഡ് സേ ലൈക്ക് 50% ഓഫ് ദ ക്രൗഡ് എടുക്കുന്ന ബിസിനസ് സ്കൂൾസ് ആണെന്ന് വെച്ചാൽ. ഇപ്പൊ ഞങ്ങളൊരു 300 ആൾക്കാരുടെ പ്രോഗ്രാമാണ്. അതിലൊരു 100 ആൾക്കാർ യൂഷ്വലി ഗോസ് ഇൻ ദിസ് ട്രഡീഷണൽ പാത്ത്, 100 to 120 പീപ്പിൾ. അപ്പൊ അങ്ങനത്തെ ഒരു വലിയ ക്രൗഡിനെ അവർ ആ ഒരു കോളേജിൽ നിന്ന് അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് ദേ ഓൺലി ടേക്ക് ദ ഇനിഷ്യേറ്റീവ്. അതായത് നമ്മുടെ കോളേജിന്റെ ഒരു പ്ലേസ്മെന്റ് കമ്മിറ്റി അല്ല, ഈ പറയുന്ന കമ്പനീസ് തന്നെ കുറച്ചൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് അവർ നമ്മളൊന്ന് ഹയർ ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ഹാൻസ് പറയുന്നത് ആ ഒരു ലെവൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയി കഴിഞ്ഞാൽ ശരിക്കും പ്ലേസ്മെന്റ്സ് എന്ന് പറയുന്നത് ഇപ്പൊ കോളേജ് കൊണ്ടു തരണമെന്നില്ല, ബിക്കോസ് യു ആർ ഓൾറെഡി ഇൻ ദ ക്രീം across the globe. So highly likely you will be easily able to access placement. So അതൊരു ഡിസഡ്വാൻറ്റേജ് പോലെ അല്ല. അറ്റ് ദി സെയിം ടൈം ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട് ദാറ്റ് IIMസിൽ അല്ലെങ്കിൽ ഈവൻ ഇപ്പൊ NITയിൽ തന്നെ പഠിക്കുമ്പോൾ എല്ലാവരും പ്ലേസ്മെന്റിന് വേണ്ടി മാത്രമാണ് ഒരു 2 years കംപ്ലീറ്റ്ലി സ്പെൻഡ് ചെയ്യുന്നത്. ഒരു പ്ലേസ്മെന്റ് പറയുകയാണെങ്കിൽ പ്ലേസ്മെന്റ് ഏജൻസി ആണ് ശരിക്കും ബി സ്കൂൾസ് തുടക്കം തൊട്ട് എല്ലാവരും. പിന്നെ ഒരു പ്ലേസ് കോം ഉണ്ടാവും. അപ്പൊ പ്ലേസ് കോമിന്റെ ഒരു ലെവൽ ഓഫ് ടോക്സിസിറ്റി തുടക്കം തൊട്ട് അവരത് ചെയ്യാൻ പറയുന്നു, ഇത് ചെയ്യാൻ പറയുന്നു, അതിന് മൊത്തം നമ്മൾ ഇത് ചെയ്യേണ്ടി വരും. അപ്പൊ ശരിക്കും ബി സ്കൂളിൽ നിങ്ങൾ അവിടെ ബി സ്കൂളിൽ ശരിക്കും ലേണിംഗ് മാത്രമാണ് നടക്കുന്നത്. ഈ പ്ലേസ്മെന്റ് ബി സ്കൂളിൽ നിന്ന് സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത് ഇപ്പം ഒബ്വിയസ്ലി ഹാൻസ് ഒരു സൈഡ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, ബട്ട് NITയിൽ ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും യു മൈറ്റ് ഹാവ് ഫെൽറ്റ് ടുവേർഡ്സ് പ്ലേസ്മെന്റ് സീസൺ ആവുമ്പോൾ എല്ലാവരും ഒരു പ്ലേസ്മെന്റ് പുഷിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്ലേസ്മെന്റ്സ് മാറ്റി വെക്കുന്നത് കുറച്ചുകൂടെ ലേണിങ്ങിനെ സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ എല്ലാ ക്ലാസ് റൂം ഒരു ഡിറക്ഷൻ ഈസ് ടുവേർഡ്സ് ലേണിംഗ് റാദർ ദാൻ ചേസിങ് പ്ലേസ്മെന്റ്സ് എന്ന് തോന്നിയിട്ടുണ്ടോ? അത് എനിക്ക് അതിലൊരു മെയിൻ ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ ഇന്റർനാഷണൽസ് വേഴ്സസ് ഇവിടുത്തെ അമേരിക്കൻ നാഷണൽസ് ആകുമ്പോൾ ഉള്ള ഒരു ഡിഫറൻസ് ഭയങ്കര കൂടുതലുണ്ട് അതിൽ. കാരണം നമ്മളെ പോലത്തെ ഇന്റർനാഷണൽസ് യൂഷ്വലി ഒരു ട്രഡീഷണൽ പാത്ത് എടുക്കാനാണ് എപ്പോഴും ശ്രമിക്കുക. കാരണം എനിക്കറിയാവുന്നതാണ്, കുറെ പേർക്ക് അറിയാവുന്നതാണ് ഈ വിസ റെസ്ട്രിക്ഷൻസും അമേരിക്കയുടെ കുറെ അങ്ങനത്തെ നമ്മൾ US വിസ തരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറച്ച് ലിമിറ്റഡ് ആണ്. അപ്പോ യൂഷ്വലി ഇന്റർനാഷണൽസിന് കുറച്ചും കൂടി ഒരു പ്രഷർ ഉണ്ട്. ഈ കൺസൾട്ടിങ് പോലത്തെ അല്ലെങ്കിൽ ബാങ്കിങ് പോലത്തെ ട്രഡീഷണൽ പാസ് ഓൾമോസ്റ്റ് എല്ലാവരും വലിയ ഫോംസ് എല്ലാവരും നമുക്ക് വിസ സ്പോൺസർ ചെയ്യും. നമുക്ക് അങ്ങനെ
അതിനെ പറ്റിയിട്ടുള്ള ഒരു ടെൻഷന്റെ വേറെ ആവശ്യമില്ല. അപ്പൊ ആം, നീ പറഞ്ഞ ഈ ഒരു പ്ലേസ്മെന്റ് കമ്മിറ്റിയുടെ പ്രഷർ ഇല്ലെങ്കിലും നമുക്ക് ഇന്റേണലി അതിനെ പറ്റിയിട്ട് ഒരു പ്രഷർ തുടക്കം മുതലേ ഉണ്ടാവും. കാരണം ഓക്കെ. ഈ ട്രഡീഷണൽ പാർട്സിന്റെ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്റേൺഷിപ്പ് കിട്ടുകയാണെങ്കിലാണ് ഫുൾ ടൈമും കിട്ടുള്ളൂ. അതായത് ഇന്റേൺഷിപ്പ് ഇല്ലാതെ ഫുൾ ടൈം കിട്ടുന്ന കൺസൾട്ടിങ് റോൾസോ ബാങ്കിങ് റോൾസോ ഉണ്ട്. ആസ് ലൈക്ക് ഇപ്പൊ വലിയ മെക്കൻസി, BCG, ബെയിൻ പോലത്തെ കമ്പനികളൊക്കെ ചിലരെ വളരെ റെയർ ആയിട്ട് ചിലപ്പോൾ അവർ ഇന്റേൺഷിപ്പ് ഇല്ലാതെ നേരെ ഫുൾ ടൈമിലേക്ക് എടുക്കും. സോ പക്ഷെ എന്നാലും ഒരു മെജോറിറ്റി, ഒരു 90% ക്രൗഡിനെ അവർ എടുക്കുന്നത് ഇന്റേൺഷിപ്പോട് കൂടിയിട്ടാണ്. അപ്പോൾ നീ ഇപ്പൊ ഒരു ഇവിടെ US ഒരു ടോപ്പ് MBAക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ ഒരു 6 months ടിൽ ഡിസംബർ, അതായത് എനിക്ക് തോന്നുന്ന സിമിലർ ടു IIMs, ആ ഒരു ഇന്റേൺഷിപ്പ് കിട്ടുന്ന ഒരു ഡിസംബർ വരെയുള്ള ടൈം പ്ലേസ്മെന്റിന് ദർ ഇസ് എ ലോട്ട് ഓഫ് ഫോക്കസ്. അതിന് എനിക്ക് തോന്നുന്നില്ല വലിയൊരു ഡിഫറൻസ് ഉണ്ട്. ഞാനിപ്പോ ഓക്കെ. ജോയിൻ ചെയ്ത് ഒരു ഓഗസ്റ്റ് ടൈമിലായിരിക്കും. ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ നമ്മൾ കുറച്ചിങ്ങനെ എല്ലാതുമായിട്ടൊന്നൊരു യൂസ് ടു ആവുന്നു. ഒരു പുതിയ രാജ്യം, ഒരുപാട് ആൾക്കാർ എല്ലാതായിട്ട് യൂസ് ടു ആവും. പിന്നെ ഒരു സെപ്റ്റംബർ കഴിഞ്ഞൊരു ഒക്ടോബർ തൊട്ട് ഉള്ള ഒരു 3 മാസം വളരെ പ്ലേസ്മെന്റ് ഫോക്കസ്ഡ് ആണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഞാൻ പഠിച്ച ടക്കില് അതിന്റെ ഒരു നവംബർ പകുതിയോടുകൂടി ക്ലാസ്സസ് അവസാനിക്കും. പിന്നെ ലാസ്റ്റ് ഒരു 1.5 months ഒരു ബ്രേക്ക് ആണ്. അപ്പൊ അതിൽ ഒരുപാട് പ്ലേസ്മെന്റ് ഫോക്കസ്ഡ് നമ്മൾ പ്രിപ്പറേഷൻസും കാര്യങ്ങളും അങ്ങനത്തെ ഇതൊക്കെ ആയിട്ട് പോവാം. ഒരു ജാനൊക്കെ ആകുമ്പോൾ പ്ലേസ്മെന്റ്സ് ലൈക് മെജോറിറ്റി ഓഫ് ഇന്റേൺ പ്ലേസ്മെന്റ്സ് ഒരു ജനുവരി പകുതിയോടുകൂടി അവസാനിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ടൈം ഓൾമോസ്റ്റ് ഒരു 4-5 മാസം ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്യുന്ന പോലെയാണ്. അതായത് ഇവിടെ എനിക്ക് കണ്ടിട്ടുള്ള ഒരു കാര്യം, ഞാൻ കുറച്ചും കൂടി NIT-യിൽ ലേശം അക്കാഡമിക് ഫോക്കസ് കുറച്ച് പിന്നോട്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ കുറച്ചും കൂടി ഒന്നൊരു അക്കാഡമിക്കലി ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആൻഡ് എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ. അതായത് എനിക്ക് കുറേ കൂടി ക്ലാസ്സസ് ആണെങ്കിലും എല്ലാതാണെങ്കിലും പ്രൊഫസേഴ്സ്, ഇവിടെയുള്ള എല്ലാ ഒരു ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ലൈക്ക് യു സെഡ്, ലൈക്ക് എനിക്ക് ഈ ഒരു സൈഡ് മാത്രമേ അറിയുള്ളൂ. ഐ എം ഷുവർ IIMs ആർ ഓൾസോ ലൈക്ക് റിയലി ഗുഡ് വിത്ത് ഓൾ ദീസ് തിങ്സ്. പക്ഷേ അക്കാഡമിക്കലി ആ ഒരു എസ്പെഷ്യലി ഞാൻ ആ ഒരു ട്രഡീഷണൽ പാത്ത് എടുത്തു. എനിക്ക് ജനുവരി ആയപ്പോഴേക്കും ഒരു ഓഫർ കിട്ടി. അപ്പൊ എനിക്ക് കുറച്ചും കൂടി അതിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഒരു നല്ല അക്കാഡമിക് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായി. പക്ഷെ നീ പറഞ്ഞ അത് ഇവിടുത്തെ MBA ആയതുകൊണ്ട് മാത്രമല്ല, ആ ഒരു ട്രഡീഷണൽ പാത്തിൽ കൂടെ ഞാൻ പോയി എനിക്കൊരു ഇന്റേൺഷിപ്പ് ഓഫർ കിട്ടിയത് കൊണ്ടാണ് എനിക്ക് അക്കാഡമിക്കലി ഫോക്കസ് ചെയ്യാൻ പറ്റിയത്. അല്ലാതെ സോ ഐ തിങ്ക് ആസ് എൻ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ഇവിടെയും പ്ലേസ്മെന്റ് ഫോക്കസ്ഡ് തന്നെയാണ് MBA. കുറച്ച് കോമൺ ആണ് പ്രഷർ എല്ലായിടത്തും ഉള്ള ഒരു വെരി ഹൈ. യൂണിവേഴ്സിറ്റി. അതായത് പ്രഷർ ഒരു മാറ്റമില്ല. ഞാൻ പറയുകയാണെങ്കിൽ ലേശം കൂടുതലാണെങ്കിലുള്ള, കാരണം നമ്മൾ എടുക്കുന്ന ലോൺ ആണെങ്കിലും അങ്ങനത്തെ കുറെ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ മനസ്സിന് പിന്നിൽ എപ്പോഴും ഉണ്ടായിരിക്കില്ല. അപ്പോ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്. അപ്പോ വിസ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് തരുന്ന ജോബ്സ് കിട്ടാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്കറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ ഇന്റർനാഷണൽ ആണെങ്കിലും നോൺ ട്രഡീഷണൽ പാത്തിലേക്കോട്ട് എടുത്ത്, അല്ലെങ്കിൽ അവർക്ക് ബിഗ് ടെക് റോൾസ് വേണം, അങ്ങനത്തെ കുറെ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കൈൻഡ് ഓഫ് പ്രൊഡക്ട് മാനേജർ റോൾസ് വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് അപ്പൊ അവരുടെ പ്ലേസ്മെന്റ്സ് കുറച്ചുകൂടി ലേറ്റ് ആവും. ഈ ട്രഡീഷണൽ പാത്ത്, അതായത് കൺസൾട്ടിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ആണ് തുടക്കത്തിലേ തീരുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ഒരു എൻഡ് ഓഫ് ദി ഇയർ ടൈപ്പ് ആണ് വരിക. അപ്പൊ അവര് വേറെ ഒരു പ്രൊജക്ടറി ആണ് അവരുടെ ഫുൾ MBA പ്രോഗ്രാം തന്നെ എടുക്കുക. നമ്മൾ വേറെ ഒരു പാത്തിലാണ് പോവുക. പക്ഷെ ഐ തിങ്ക് പ്ലേസ്മെന്റ് ഇസ് സ്റ്റിൽ പ്രിറ്റി ഇമ്പോർട്ടന്റ്. വിൽ ടോട്ടലി ഡിപ്പെൻഡ് ഓൺ നമ്മൾ ഏത് പാത്ത് സെലക്ട് ചെയ്യുന്നു, നമ്മൾ എങ്ങനെയാണ് ഇവിടെ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് നേടാൻ ഉദ്ദേശിക്കുന്നത്. അത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലായി. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതില് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെ ഉള്ളത്, ഞാൻ കേട്ടിട്ടുള്ളതാണ്. അതായത് നിങ്ങൾ കൂടുതലും പുറത്താണ് ഈ പറയുന്ന നിങ്ങളുടെ റെസിഡൻഷ്യൽ പ്രോഗ്രാം അല്ല, കൂടുതലും ഇന്റർനാഷണൽ സ്കൂൾസിൽ നിങ്ങൾ പുറത്താണ് നിൽക്കാറുള്ളതെന്ന് പറയാറുണ്ട്. അപ്പം ഈവൻ ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും ഇപ്പൊ റെയർ ബിസിനസ് സ്കൂൾസ്, ടോപ്പ് ബി സ്കൂൾസ്, ഇപ്പൊ FMS ഒക്കെ ആണെങ്കിൽ FMSന്റെ ക്യാമ്പസ്, ഐ മീൻ ഇതില്ല, ഹോസ്റ്റൽസ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാമ്പസ് ആണ്. അപ്പൊ ഞാൻ FMS സ്റ്റുഡൻസ് വേഴ്സസ് IIM സ്റ്റുഡൻസ് ചോദിക്കുമ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നോക്കുമ്പോൾ ഒരു ക്യാമ്പസ് എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് കുറയുന്നു. ഇൻ ദ സെൻസ് ഇപ്പം നമുക്ക് പല ക്ലാസ്സസും ലേറ്റ് നൈറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മള് രാത്രി കൊളാബറേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ FMSൽ എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പല ഗ്രൂപ്പ്സ് ആയിട്ട് പല സ്ഥലങ്ങളിലായിരിക്കും താമസിക്കുന്നത്. ഇപ്പം നല്ലോണം പൈസ ഉള്ള ആള് ചിലപ്പം സൗത്ത് ബോംബെയിലൊക്കെ പോയിട്ട് ഫ്ലാറ്റ് എടുത്തിട്ട് അവരൊരു ഗ്യാങ് ഉണ്ടാവും, ബാക്കി ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഇത് ഭയങ്കര ഒരു സെപ്പറേഷൻ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ക്ലാസ്സിൽ മാത്രമേ നെറ്റ്വർക്കിംഗ് നടക്കുള്ളൂ. ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നെറ്റ്വർക്കിംഗ് സ്റ്റോപ്പ് ചെയ്യും. വേറെ ഇഫ് യു ഗോ ടു അല്ലാത്തൊരു റെസിഡൻഷ്യൽ ബി സ്കൂൾ,
നെറ്റ്വർക്കിംഗ് സ്റ്റാർട്ട്സ് വെൻ ദി ക്ലാസ് സ്റ്റോപ്സ് എന്നുള്ള രീതിയിലാണ്. അപ്പം അത് അപ്പം എനിക്ക് ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അപ്പം ഈ ഒരു ഇന്റർനാഷണൽ ബി സ്കൂൾസിൽ എങ്ങനെയാണ് ഈ ഒരു നെറ്റ്വർക്കിംഗ് എങ്ങനെയാണ് ശരിക്കും എവിടെയൊക്കെയാണ് നടക്കുന്നത്? ക്ലാസ് റൂംസിന്റെ പുറത്ത് എവിടെയൊക്കെയാണ് അവന്യൂസ് ഉള്ളത്? ഇത് ഇതും വളരെ ഇവിടുത്തെ ഓരോ സ്കൂൾസിലും ഇതുപോലെ പിന്നെ ഈ പറഞ്ഞ എഫ്.എമ്മും ഐ.എം തമ്മിലൊക്കെ ഉള്ള വ്യത്യാസം ഇവിടത്തെയും ഓരോരോ ബി സ്കൂൾസിൽ വളരെ അധികം ഉണ്ട്. ഇപ്പൊ ഞാൻ ഓക്കെ. പഠിച്ച ടക്ക് ബിസിനസ് സ്കൂൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു മൊത്തം മറ്റേ സിറ്റികളിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു കാടിന്റെ നടുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ യൂണിവേഴ്സിറ്റിയും നമ്മുടെ ഒരു ബിസിനസ് സ്കൂളും മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം ഉള്ളത്, ഞങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾക്ക് നമ്മള് ഐ.എമ്മുകളിലൊക്കെ ഉള്ള പോലെ ഡോംസ് നമുക്കുണ്ട്. നമുക്കൊരു ഡോമിറ്ററി ഉണ്ട്. നമ്മൾ അപ്പോൾ ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത് ഫസ്റ്റ് ഇയറിൽ. സോ ആ ഒരു ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഇപ്പൊ നീ ഐ.എമ്മിനെ പറ്റി പറഞ്ഞ പോലെ നമുക്കും കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നെറ്റ്വർക്ക് ചെയ്യാനാണെങ്കിലും. നമ്മുടെ ഒരുപാട് ഇവന്റ്സ് ഉണ്ട് ഇവിടെ. ഇപ്പൊ നമ്മുടെ എനിക്ക് ഐ.എമ്മുകളിലെ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ നമുക്കിങ്ങനെ ടക്ക് ടെയിൽസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ തേഴ്സ്ഡേയും ഒരു ചെറിയ സ്കൂൾ ഓർഗനൈസ്ഡ് ഒരു 5 മണി 6 മണി ആകുമ്പോൾ ഉള്ള ഒരു ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ പരിപാടി ഉണ്ടാവും. അപ്പൊ അതിൽ നമുക്ക് ഇങ്ങനെ എല്ലാവരും കാണാം. പ്രൊഫസേഴ്സ് ഒക്കെ വരും ചിലപ്പോൾ അതിൽ. പിന്നെ പല പല ക്ലബ്ബുകൾ ഉണ്ട്. ഇപ്പൊ ഞാൻ പഠിച്ച ബിസിനസ് സ്കൂളിൽ എനിക്ക് അറിഞ്ഞ ഒരു 50-ന് മേലെ ക്ലബ്ബുകൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അവർ ഓരോരുത്തരുടെ ക്ലബ്ബുകൾ എന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മളുടെ ഈ ഡൊമൈൻ ഫോക്കസ്ഡ് ക്ലബ്ബുകളും പിന്നെ ഡാൻസ് ക്ലബ് അങ്ങനത്തെ കൾച്ചറൽ കുറെ ക്ലബ്സ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് കുറെ ഉണ്ടാവും. കൾച്ചറൽ ക്ലബ്സ് ഉണ്ട്. കൾച്ചറൽ ക്ലബ്സ്, റീജിയണൽ ക്ലബ്സ്, ഇപ്പോ സൗത്ത് ഏഷ്യൻ ക്ലബ്, അല്ലെങ്കിൽ ഒരു ലാറ്റിൻ അമേരിക്കൻ ക്ലബ്, അല്ലെങ്കിൽ യൂറോപ്യൻ ക്ലബ്, അങ്ങനെ പല പല ക്ലബ്സ് ഉണ്ടാവും. അപ്പൊ അവരൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഓരോ കൾച്ചറൽ ഇവന്റ്സ് ഉണ്ടാവും. എഗെയിൻ ഫ്രൈഡേ നൈറ്റ്, സാറ്റർഡേ നൈറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് ഇവന്റ്സ് ഉണ്ടാവും. ഞങ്ങൾക്ക് അങ്ങോട്ട് 4 ദിവസം ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. മൺഡേ ടു തേഴ്സ്ഡേ മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ. 3 days ആർ ഓഫ്. അപ്പോ ഒരുമാതിരിയായിട്ട് എല്ലാ ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ഈ ത്രൂ ഔട്ട് ദ സ്കൂൾ ഇയർ നമുക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടാവാണ്. അപ്പോ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഇങ്ങനത്തെ സോഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഉണ്ടാവാറുണ്ട്. പിന്നെ ഫസ്റ്റ് ഇയറിൽ ഒരു ഫസ്റ്റ് 6 months നമ്മൾ ഒരു സെയിം സ്റ്റഡി ഗ്രൂപ്പിന്റെ കൂടെ ആയിരിക്കും. ഞങ്ങൾക്ക് അപ്പോൾ കോർ ക്ലാസ്സസ് മാത്രമേ ഉള്ളൂ. അപ്പോ നമ്മളൊരു 6 പേരുടെ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു 6 പേരുടെ ഗ്രൂപ്പ്, ഒരു 2 ഇന്റർനാഷണൽ സ്റ്റുഡൻസ്, 4 അമേരിക്കൻ നാഷണൽസ്, ഫ്രം ഡിഫറെന്റ് അക്കാഡമിക് ആൻഡ് ആക്ച്വൽ എക്സ്പീരിയൻസ്. അപ്പൊ അവരങ്ങനെ ഒരു 6 പേരുടെ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അത് കഴിഞ്ഞിട്ട് ആ സെയിം ഗ്രൂപ്പിന്റെ കൂടെ ആയിരിക്കും നമ്മളൊരു ഫസ്റ്റ് 5 months. അപ്പൊ ആ ഒരു ഗ്രൂപ്പ് വളരെ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് യുവർ ബിസിനസ് സ്കൂൾ എക്സ്പീരിയൻസ് ആയി മാറും. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് നമുക്ക് ഉണ്ടാക്കി തരും. പിന്നെ നമ്മുടെ ഒരു സെയിം ക്ലാസ്സിലായിരിക്കും, ഒരു 70 ആൾക്കാർ ഒരു സെയിം ക്ലാസ്സിലായിരിക്കും ഫോർ ദ ഫസ്റ്റ് 5-6 months. അപ്പൊ അതും ഒരു നല്ല ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. നമുക്ക് അതിന്റെ നമ്മുടെ സെക്ഷൻ വൈസ് ഇവന്റ്സ് ഉണ്ടാവാറുണ്ട് ചിലപ്പോ. അപ്പൊ അതൊക്കെ വഴിയായിട്ട് അങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അത് പിന്നെ ഞാൻ വെൽ yeah. സോർട്ടഡ് ആണ്. അതായത് ഇപ്പൊ നെറ്റ്വർക്കിങ്ങിന് ഉള്ള ഓപ്പർച്യൂണിറ്റീസിന് ഒരു കുറവില്ല. ആക്ച്വലി ഒരു ഒരുപാട് കുറവില്ല. അധികം അതായത് അവന്യൂസ്. സോഷ്യലി ആണെങ്കിലും പിന്നെ അതായത് ഞാൻ പോയ സ്കൂളിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതായത് ഞങ്ങള് ഈ സ്കൂൾ ഫോക്കസ് ചെയ്യുന്നത് കുറച്ചും കൂടി ഈ നെറ്റ്വർക്കിംഗ്, ആ ഒരു ക്ലോസ് നെറ്റ് കമ്മ്യൂണിറ്റി, ആ ഒരു കമ്മ്യൂണിറ്റി ഇത് വളരെ ഫോക്കസ് ചെയ്യുന്ന ഒരു ബിസിനസ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ അതിന്റെയും കൂടി മാറ്റങ്ങളുണ്ട്. ഇപ്പൊ ഇത് ചിലപ്പോ ഒന്ന് മാറി കുറച്ചും കൂടി സിറ്റിയിലുള്ള ഇപ്പോ NYU സ്റ്റോൺ, അല്ലെങ്കിൽ ഒരു ഷിക്കാഗോ ബൂത്ത് ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടി മാറും. കാരണം ഇപ്പൊ വലിയ സിറ്റികളിൽ പഠിക്കുകയാണെങ്കിൽ ഉള്ള ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ അവിടെ വരുന്ന എസ്പെഷ്യലി ഈ അമേരിക്കൻ നാഷണൽസിന് അവരുടേതായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആ വലിയ സിറ്റിയിൽ ഓൾറെഡി ഉണ്ടാവും. അപ്പൊ മനസ്സിലായി. അവര് ഈ ഉള്ള സമയം മൊത്തം നമ്മുടെ സ്കൂളിൽ തന്നെ സ്പെൻഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പഠിച്ച പോലെ ഇപ്പൊ ഞങ്ങളുടെ അടുത്തുള്ള സിറ്റി ബോസ്റ്റൺ ആയിരുന്നു. ഞാനിപ്പോ അവിടെയാണ്. അതൊരു 3 hours ഉണ്ട്. അപ്പോ ഇപ്പം ബോസ്റ്റണിൽ പഠിച്ചു വളർന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ന്യൂയോർക്കിൽ പഠിച്ചു വളർന്ന ആൾക്കാരാണെങ്കിലും ഇത്രയും ദൂരത്ത് മാറി നിൽക്കുന്നതുകൊണ്ട് യൂഷ്വലി അവരെല്ലാവരും ആ ഒരു സ്ഥലത്ത് തന്നെ എല്ലാവരും സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ഇത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കുറച്ചിങ്ങനെ മാറിയിട്ടുള്ള ഒരു സ്ഥലത്ത് എടുത്തത്. എനിക്ക് കുറച്ചും കൂടി ഒരു സിറ്റിയിലുള്ള ഒരു സ്കൂളും കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇതും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇത് ചൂസ് ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് നെറ്റ്വർക്കിംഗ്. ഉണ്ടാക്കാനുള്ള അത് നോക്കി കണ്ട് തന്നെയാണ് എടുത്തത്. അപ്പൊ എഗെയിൻ ബോട്ടം ലൈൻ എന്താണെന്ന് വെച്ചാൽ നമ്മള് ഇവിടെയും അങ്ങനെ പല പല സ്കൂളുകളിൽ പല പല മാറ്റങ്ങളുണ്ട്. പക്ഷെ നമ്മൾ എടുക്കുന്ന സ്കൂൾ അനുസരിച്ച് അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ നമ്മൾ നെറ്റ്വർക്കിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിപ്പം ഒരു ടു ബി വെരി ഓണസ്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പം IIMSൽ പോകുമ്പോൾ നമ്മൾ ഒരുപാട് നെറ്റ്വർക്കിംഗ് എന്ന് പറയുമെങ്കിലും ഡെഫിനറ്റ്ലി നമുക്ക് അതിപ്പം കേരളത്തിന് പുറത്തുള്ള മലയാളികൾ അല്ലാത്തവരുമായിട്ടുള്ള നെറ്റ്വർക്കിംഗ് മാത്രമല്ല, 2 ഇൻഡിവിജ്വൽസ് തമ്മിൽ നെറ്റ്വർക്ക് ചെയ്യുമ്പോൾ ദേ ഹാവ് എ ലോട്ട് ടു ഗിവ് ആൻഡ് ടേക്ക്. അപ്പൊ ഡെഫിനറ്റ്ലി അതുണ്ടാവെങ്കിലും ഒരു ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ്
കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അതായത് കാരണം കൾച്ചർ വൈസ് നമ്മളെല്ലാവരും ഓൾമോസ്റ്റ് ഒരേ ഇന്ത്യൻ സ്കൂൾ സിസ്റ്റത്തില് ഓൾമോസ്റ്റ് എല്ലാവരും ഒരേ ബോർഡിൽ CBSE അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചു വന്നതുകൊണ്ട് ഓൾമോസ്റ്റ് ആ ഒരു കൾച്ചർ, ഒരു വർക്ക് കൾച്ചർ POVയില് ഒരുപാട് ഭയങ്കര ലേണിംഗ്സ് ഉണ്ടായില്ല. എനിക്കുണ്ടായ മോസ്റ്റ്ലി ലേണിംഗ്സ് ഇൻഡിവിജ്വൽസ് ആണ്. അതായത് ഓരോ ആൾക്കാർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, പല ടൈപ്പ്. ചില ആൾക്കാർ എക്സ്ട്രീംലി കോമ്പറ്റേറ്റീവ് ആയിരിക്കും, ചില ആൾക്കാരുടെ ഫുഡ് കൾച്ചർ അല്ലെങ്കിൽ അവരുടെ നാട്ടിലെ കൾച്ചർ, ഇതൊക്കെയാണ് എനിക്ക് കുറച്ചുകൂടി ഒരു ഒരു ആ ഒരു ഡൈവേഴ്സിറ്റി നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇതല്ലാതെ ഒരു ഇന്റർനാഷണൽ ഒരു നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന സമയത്ത് ശരിക്കും ഒരു വർക്ക് കൾച്ചറിൽ നമുക്ക് വലിയൊരു ഒരു മാറ്റങ്ങൾ ഉണ്ടോ? ഹാൻസിന് പേഴ്സണലി അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടോ? അതായത് ദിസ് ഈസ് സംതിങ് എവരി വൺ ഷുഡ് എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് വൺസ് എന്നുള്ളൊരു രീതിയിൽ തോന്നിയ ലെവൽ ഓഫ് ടേക്ക് അവേ ഉണ്ടായിട്ടുണ്ടോ? അതായത് ഇപ്പൊ ബി സ്കൂളിൽ നിന്ന് കിട്ടിയ ഹാൻസിന്റെ ഫുൾ ലേണിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ അതില് ഈ പറയുന്ന നെറ്റ്വർക്കിംഗ് ആൻഡ് അവിടെ നിന്ന് കിട്ടിയ ലേണിംഗ്സ് ഇൻ ടേംസ് ഓഫ് വിച്ച് ഹാസ് ഇൻഫ്ലുവൻസ് യുവർ വർക്ക് ലൈഫ്, ഇപ്പോൾ ഉള്ള ഒരു വർക്ക് ലൈഫ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സംഭവം ഒരു ടോപ്പ് 3 ടേക്ക് അവേസിൽ ഉണ്ടാവോ ബി സ്കൂളിലെ? ടോപ്പ് 3 ടേക്ക് അവേ ആയിട്ട് പറയാൻ എനിക്ക് അങ്ങനെ കറക്റ്റ് ഒരു ലിസ്റ്റ് ചെയ്ത് തരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നാലും എൻ്റെ ഒരു ഇതിൽ ഞാനിപ്പോ ഇവിടെ വരുന്നതിനേക്കാൾ മുമ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഒരു പ്രോപ്പർ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ MBA എക്സ്പീരിയൻസ് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആയിരുന്നു. അപ്പോ ഈ ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു ടോപ്പ് 15 MBA അല്ലെങ്കിൽ ഒരു US MBA പ്രോഗ്രാംസ് എടുക്കുകയാണെങ്കിൽ അവർ വളരെ അധികം ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മറ്റേ വരുന്ന ക്ലാസിന്റെ ഒരു നാഷണാലിറ്റി മിക്സ് അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ഗ്രൂപ്പ് എത്രത്തോളം ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഞങ്ങളുടെ എനിക്ക് തോന്നുന്നു റഫ്ലി ഒരു 45% ഇന്റർനാഷണൽ, ഒരു 50+ അമേരിക്കൻ നാഷണൽസ്. ആ 45ലും ഒരു എനിക്ക് തോന്നുന്നു ഒരു 20% ആയിരിക്കും, അല്ലെങ്കിൽ ഓവറോൾ ഒരു 10% ആയിരിക്കും ഇന്ത്യൻസ്. ബാക്കി സൗത്ത് അമേരിക്കൻസ്, യൂറോപ്യൻസ്, അവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉള്ള ഒരു കൊഹോട്ടായിരുന്നു ഞങ്ങളുടെ മൊത്തത്തിൽ. അപ്പോ നമ്മൾ തുടങ്ങുന്നതിനേക്കാളും മുമ്പ് നമുക്കൊരു ഇന്റർനാഷണൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 1 വീക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ഒരുപാട് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ പരിചയപ്പെടും. അതായത് ഇപ്പൊ ഇന്ത്യ എന്നുള്ളതാണെങ്കിലും പുറത്തുനിന്നുള്ള ബാക്കി അമേരിക്കൻസ് അല്ലാത്ത കുറെ ആൾക്കാരെ പരിചയപ്പെടലും, അങ്ങനെ ഒരു വളരെ നല്ല ഒരു 1 വീക്ക് എക്സ്പീരിയൻസ് എനിക്ക് തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു, ബിഫോർ ആക്ച്വൽ ബിസിനസ് സ്കൂൾ ഓറിയന്റേഷൻ സ്റ്റാർട്ടഡ്. അപ്പൊ അതൊക്കെ അവിടെ തൊട്ട് തന്നെ എനിക്ക് ഈ ഒരു ഇന്റർനാഷണൽ എക്സ്പീരിയൻസിന്റെ ഇമ്പോർട്ടൻസ് വളരെയധികം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ നീ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഒരു IIM പോവുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് പേര് നമ്മളെ പോലെ തന്നെ ഇപ്പൊ എഞ്ചിനീയറിംഗ് എടുത്ത് ആ ഒരു ട്രഡീഷണൽ പാത്തിലൂടെ വന്ന ഒരുപാട് പേരുണ്ടായിരിക്കുമല്ലോ. അപ്പോ ഇവിടെ നമ്മളെ ഇപ്പോ ഇന്ത്യയിൽ നിന്നുള്ള കുറച്ച് പേര് അധികം സ്റ്റിൽ എഞ്ചിനീയേഴ്സ്, പക്ഷെ ഒരുപാട് വേറെ ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുറെ ആൾക്കാർ അവരുടെ സ്വന്തം വർക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഒരു കേസ് സ്റ്റഡി ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു സെയിൽസ് മാനേജർ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് റിലേറ്റഡ് ഒരു കേസ് സ്റ്റഡി ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പലരും അവരവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് എടുത്തിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അതായത് അവർ ഇന്ന ഒരു ഓർഗനൈസേഷനിൽ ഒരു മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്തപ്പോൾ അവരെന്തൊക്കെയാണ് സ്റ്റെപ്സ് എടുത്തത്. അത് ഓൾറെഡി പ്രൊഫസേഴ്സിന് അറിയായിരിക്കും. അപ്പൊ അവരും കുറച്ചും കൂടി കോൾഡ് കോൾസ് ആണെങ്കിലും ഇങ്ങനത്തെ ആൾക്കാരിൽ ഫോക്കസ് ചെയ്ത് അപ്പൊ അവരുടെ സ്വന്തം എക്സ്പീരിയൻസ് ഒക്കെ കേട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോന്ന് പഠിക്കുമ്പോൾ ഒരു വ്യത്യാസം ഡ്യൂറിങ് ദ ക്ലാസ് എനിക്ക് വളരെയധികം ഫീൽ ചെയ്തിരുന്നു. അതായത് ഓരോ ത്രൂ ഔട്ട് ദ 2 years. പിന്നെ ഈ ഇന്റർനാഷണൽസ് ആസ് ഇൻ ലൈക്ക് പല നാഷണാലിറ്റി എന്നുള്ള ആൾക്കാരുടെ ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഞങ്ങളുടെ ഒരു വേറൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്മോൾ ഗ്രൂപ്പ് ഡിന്നേഴ്സ് എന്ന് പറയും. അതായത് ഇവര് നമ്മളെ ഓരോരുത്തരുടെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഒരു 10 പേരുടെ ഒരു ഗ്രൂപ്പ് റാൻഡംലി അലോട്ട് ചെയ്ത് അവര് നമുക്കൊരു ഡിന്നർ റെഡിയാക്കുന്നു. അവര് നമ്മളെല്ലാവരും ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ നമ്മൾ അവരുടെ വീട്ടിൽ ചെലവഴിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അതിലൊക്കെ പലരും ഇപ്പോ നൈജീരിയൻസ് അവരുടെ കുഷീൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോ സൗത്ത് അമേരിക്കൻ ചിലപ്പോൾ പെറു എന്നുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ ഒരു കൾച്ചർ, അവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങളെ പെറു എന്നുള്ള കുറച്ച് പേര് അവിടേക്ക് ഒരു ട്രെക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ പെറുവിലെ ഒരു 2-3 സ്പോട്സ് കവർ ചെയ്തിട്ടുള്ള ഒരു നല്ല ഒരു ട്രെക്ക്. അത് നമ്മളെ പോലത്തെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഞങ്ങളൊരു 4-5 പേര് ഒരു ട്രെക്ക് ഇന്ത്യയിലേക്ക് ഒരു 50 പേര് ഇവിടെ നിന്ന് ഞങ്ങളുടെ ബിസിനസ് സ്കൂളിൽ നിന്ന് ഒരു 50 പേര് ഇന്ത്യയിൽ ഒരു ട്രെക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു അക്രോസ് ഡിഫറെന്റ് സിറ്റീസ്. അപ്പൊ അങ്ങനെ ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ എന്റെ വർക്ക് ലൈഫിൽ എത്രത്തോളം ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും ഇത്രയധികം
ആൾക്കാർ ഇത്രയധികം കൾച്ചറിൽ നിന്ന് വരുന്ന ആൾക്കാരായിട്ട് ഇത്രയും അടുത്ത് ഇടപഴകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഈ ബിസിനസ് സ്കൂൾ കൊണ്ട് മാത്രമാണ്. അപ്പോൾ അത് അതിന് ഞാൻ എപ്പോഴും വളരെയധികം കടപ്പെട്ടിരിക്കും ഈ ഒരു പ്രോഗ്രാമിന്. പക്ഷേ ഇത് എത്രത്തോളം എന്റെ ജോബിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എനിക്ക് അങ്ങനെ എടുത്തു പറയാൻ മാത്രം ഇപ്പൊ അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും ഇപ്പൊ ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന കമ്പനിയിലാണെങ്കിലും ഇതുപോലെ പല പല കമ്മ്യൂണിറ്റികളിൽ നിന്ന് പല പല കൾച്ചറിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഏലിയൻ ആയിട്ട് വർക്ക് ചെയ്യാൻ. അതന്നെ ഞാൻ കുറച്ച് യൂസ് ടു ആയിട്ട് ഓൾറെഡി ഈ 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ പല പല രാജ്യങ്ങളിൽ നിന്നുള്ള കുറെ ആൾക്കാരായിട്ട് എന്നും ഇടപഴകുന്നുണ്ടെങ്കിലും അത്രത്തോളം എനിക്കൊരു മിസ്ഫിറ്റ് ആയിട്ട് തോന്നാറില്ല. ഇപ്പൊ ഞാൻ പെട്ടെന്ന് നേരെ ഇന്ത്യയിൽ നിന്ന് ഇവിടേക്ക് വന്ന് ഈ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഒരു സമയം എടുത്താൻ ഇതുമായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് വരാനായിട്ട്. പക്ഷെ അത്രയും എനിക്കൊരു ബുദ്ധിമുട്ട് ഇപ്പൊ തോന്നാറില്ല. അപ്പൊ അതായിരിക്കും എന്റെ ബിഗ്ഗസ്റ്റ് ടേക്ക് അവേ. പക്ഷെ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് ഈ 2 കൊല്ലത്തില് എനിക്ക് കിട്ടിയ ഒരു എക്സ്പോഷർ അത് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് മാത്രം കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഒരു ISB-യിലോ അവിടെ നിന്നിരുന്നെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് എന്തായാലും കിട്ടില്ലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ 2 കൊല്ലം അല്ലെങ്കിൽ ഒരു 3 കൊല്ലം പിന്നോട്ട് പോയിട്ട് ഞാൻ എന്നെ തന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അതിലൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിരിക്കും ഈ ഇന്റർനാഷണൽ എക്സ്പീരിയൻസ്. അതായിരിക്കും എന്റെ ഒരു ടേക്ക്. ഇനി വേറെ ഒരു ഡൗട്ട് ഉള്ളത്, ഇപ്പൊ നെറ്റ്വർക്കിംഗ് പാർട്ട് കഴിഞ്ഞു, പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നത് ഫീസ്, ROI ആ ഒരു ഏരിയ ആണ്. അപ്പൊ ഇതില് അഗെയിൻ ഇത് കുറച്ച് അവസാനത്തേക്ക് വെച്ചതാ. അപ്പൊ ഇതില് പല രീതിയിൽ പല ആംഗിളിൽ പല ആൾക്കാർ പല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതിലൊരു മെയിൻ സംഭവം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ ഒരു ടോപ്പ് സ്കൂൾ കൺവേർട്ട് ചെയ്താൽ ഇപ്പം ഓൾമോസ്റ്റ് ഫീസ് 30 lakhs അടുപ്പിച്ച് വന്നിട്ട് 25 to 30 lakhs ആണ്. പക്ഷെ കൊളാട്രൽ ഫ്രീ, കോബോറർ ഫ്രീ ലോൺ നമുക്ക് കിട്ടുന്നു. അതും ഓൾമോസ്റ്റ് ഇന്ത്യയിലെ എല്ലാ ലീഡിംഗ് ബാങ്ക്സും നമുക്ക് ഓഫർ ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. ഇത് തിരിച്ചടയ്ക്കാൻ നമുക്ക് ഏതാണ്ട് ഒരു 15 year ടെന്യൂർ വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് ലോൺ 1 year വരെ പോസ് ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫ്ലെക്സിബിലിറ്റീസ് വരുന്നുണ്ട്. അപ്പൊ അവിടെ കൂടുതലും ആ ഒരു കൊളാട്രൽ എന്ന് പറയുന്നത് അവിടെ സ്കൂളിന്റെ ബ്രാൻഡാണ് അവിടെ ബാങ്ക്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു ഇന്റർനാഷണൽ സ്കൂളിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം QS വേൾഡ് റാങ്കിങ്ങോ FT റാങ്കിങ്ങോ ഒക്കെ കാണിച്ച് കൺവിൻസ് ചെയ്യാന്നുണ്ടെങ്കിലും പല സ്കൂൾസിനും ചിലപ്പം നമ്മളുടെ ബാങ്ക്സ് അവെയർ ആയിരിക്കില്ല. ഇതിന്റെ ഒരു മൊത്തം ഒരു ഫിനാൻസിങ് പ്രോസസ് എങ്ങനെയാണ്, അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒരു 20 lakhs ലോൺ ഉള്ളത് കൊണ്ട് തന്നെ 25 lakhs ലോൺ ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ കൂടുതലായിട്ട് പ്ലേസ്മെന്റ്സിലോട്ട് പുഷ്ഡ് ആവുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് ഈ ഒരു ലോൺ കംപ്ലീറ്റ്ലി വേവ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് മോർ പീപ്പിൾ ഫ്രം സ്കൂൾ മൈറ്റ് സ്റ്റാർട്ടപ്പ്, ദേ മൈറ്റ് ഡു സംതിങ് ഡിഫറെന്റ്. ഇവിടെ പക്ഷെ എല്ലാവരും പുഷ്ഡ് ആവുകയാണ് കോർപ്പറേറ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തൊരു മിനിമം ഒരു 5-6 years ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി. പുറത്ത് ഒബ്വിയസ്ലി അപ്പൊ പറയുമ്പോ ഇവിടെ 20-25 ഉണ്ടെങ്കിൽ പുറത്ത് ഫീസ് വരുന്നത് 1.5 crores to 2 crores ഒക്കെ ആയിരിക്കും ഒരു MBAക്ക് ഫീസ് വരുന്നത്. അപ്പം ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു കൺസേൺ ആണോ? അതായത് എങ്ങനെയാണ് ഇത് ഫിനാൻസ് ചെയ്യാൻ പറ്റുക കയ്യിൽ പൈസ ഇല്ലെങ്കിൽ? 2 ഈസി ആണോ ആ ഒരു ലോണിന്റെ പ്രോസസ്? 3 അത് എത്രത്തോളം പ്രശ്നം നിങ്ങളുടെ ഒരു മൊത്തം ഇതിലിടുന്നുണ്ട്? ആൻഡ് ദെൻ ദി കമ്പാരിസൺ, ഐ മീൻ ഈ 25 versus 2 crores എങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത്? യെസ്, ഞാൻ പറഞ്ഞോളൂ, ഞാൻ ഇതായിരിക്കും എന്റെ ആദ്യത്തെ ചോദ്യം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ യെസ്, നീ പറഞ്ഞ നമ്പേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് കറക്റ്റ് തന്നെയാണ്. ഒരു 1.7 അടുപ്പിച്ച് എന്തായാലും ഒരു ലോൺ എടുക്കേണ്ടി വരും. ഇപ്പൊ ഞാനൊരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് തന്നെയാണ് വരുന്നത്. പക്ഷെ ഐ ഫസ്റ്റ് ആൻസർ. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് ഇത് എത്രത്തോളം ഫീസിബിൾ ആണ് എന്നുള്ള ഒരു. അതായത് ഇവിടെയാണെങ്കിൽ കൊളാട്രൽ ഫ്രീ, കോബർ ഫ്രീ ലോൺ ഈസിലി കിട്ടുന്നുണ്ട്. ആൻഡ് ദെൻ 15 years വളരെ വലിയൊരു പ്രഷർ വരുന്നില്ല ഇപ്പം ഇഫ് യു ആർ സ്റ്റേയിങ് ഇൻ കോർപ്പറേറ്റ്. ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെയും ഓൾമോസ്റ്റ് ഒരു സിമിലർ എന്താണ് ഒരു കമ്പാരിസൺ എനിക്ക് നടത്താൻ പറ്റാവുന്നതാണ്. ഇപ്പോ എന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു വെച്ചാൽ, ഞാനിപ്പോ ലോൺ എടുത്തത് US-ലത്തെ ഒരു ബാങ്കിൽ നിന്നാണ്. US-ലെ ഡിസ്കവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ലോൺ ബാങ്കിൽ നിന്നാണ് ഞാൻ എടുത്തത്. അപ്പോ അതിന്റെ പ്രോസസ് വാസ് വളരെ സിമ്പിൾ ആയിരുന്നു. കാരണം എഗെയിൻ ഈ സ്കൂൾ ബ്രാൻഡിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണത്. അപ്പോ മറ്റേ കോളേജ് നേരിട്ട് അവരായിട്ട് ഒരു കണക്ഷനും ഇല്ലെങ്കിലും നമുക്കിങ്ങനെ ഇപ്പൊ ഒരു ടോപ്പ് 15 സ്കൂൾസിലൊക്കെ വരികയാണെങ്കിലും ഇതേപോലെ നീ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരു കൊളാറ്ററലോ ഒരു കോസൈൻഡറോ ഇല്ലാതെ തന്നെ അവര് ഫുൾ അല്ല, യൂഷ്വലി ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ ഒരു 80% ആണ് കവർ ചെയ്യുക.
അതായത് നിന്റെ ലിവിങ് എക്സ്പെൻസ് അടക്കമുള്ള കോസ്റ്റിന്റെ 80%. അപ്പൊ ബാക്കിയുള്ള 20% യൂഷ്വലി നമ്മൾ സ്വന്തമായിട്ട് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യണം. അപ്പോ എനിക്കൊരു ഭാഗ്യം കിട്ടിയത്, എനിക്കൊരു ഓൾമോസ്റ്റ് ഒരു 20% അടുപ്പിച്ച് തന്നെ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ പ്രോഗ്രാമിൽ നിന്ന്. അപ്പോ അത് കാരണം എന്റെ കയ്യിലുണ്ടായിരുന്ന സേവിങ്സ് അത്ര അധികം സ്പെൻഡ് ചെയ്യേണ്ട വന്നിട്ടില്ല. ഞാൻ ഓൾമോസ്റ്റ് ആ ഫുൾ 80% തന്നെ ലോൺ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവിടെ ഓഫർ ചെയ്ത അത്ര എമൗണ്ട് ഓൾമോസ്റ്റ് ഫുൾ ആയിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് തുടക്കത്തിൽ എനിക്കൊരു വേരിയബിൾ ലോൺ ആയിരുന്നു. അപ്പൊ തുടങ്ങിയപ്പോൾ ഒരു 7%, അതൊരു 13 വരെയൊക്കെ പോയി ഞാൻ ബി സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ. പക്ഷെ വേറൊരു ഇവിടെയുള്ള ഒരു എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റീഫൈനാൻസ് ചെയ്തു ആ ലോൺ. ഞാൻ ജസ്റ്റ് എന്റെ 2 കൊല്ലത്തെ ബി സ്കൂൾ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ റീഫൈനാൻസ് ചെയ്തു. അതൊരു 5% താഴെയാണ്. അപ്പോ നീ പറഞ്ഞ സെയിം ഒരു അറിയാത്തവർക്ക് റീഫൈനാൻസിങ് എന്താണെന്നൊന്ന്. ഓക്കെ. റീഫൈനാൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഞാനിപ്പോ US ഉണ്ടായിരുന്ന എന്റെ ലോൺ വേറെ ഒരു ബാങ്ക് അത് ആ സെയിം ലോൺ അവർ ഏറ്റെടുത്ത് അവരും എന്റെ ഫുൾ ലോൺ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് അടച്ചു തീർത്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഈ പുതിയ ബാങ്കിലായിരിക്കും എന്റെ ഒരു വേറൊരു ലോൺ തുടങ്ങിയ പോലെയാണ്. അതുകൊണ്ടുള്ള അപ്പൊ അഡ്വാൻറ്റേജ് എന്താണ് ഹാൻസിന് ഉണ്ടാകുന്നത്? മെയിൻ അഡ്വാൻറ്റേജ് ഇൻട്രസ്റ്റ് ഇതാണ്. കാരണം ഞാൻ എന്റെ പഴയ ലോൺ എന്ന് പറയുന്നത് ഒരു ഓൾമോസ്റ്റ് ഒരു 13% അടുപ്പിച്ചായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. ഞാൻ ഈ റീഫൈനാൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ ടോട്ടൽ എമൗണ്ട് ഒരു 5% താഴെയാണ് ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് നിൽക്കുന്നത്. അപ്പോ ഇൻ ദ ലോങ് റൺ വളരെ വലിയൊരു സേവിംഗ് ആണ് ആ ഒരു 6-7% ഇൻട്രസ്റ്റിൽ കിട്ടാൻ പോകുന്നത്. അപ്പോ 5% എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും വലിയൊരു പ്രഷർ ഇല്ല. ഇപ്പൊ നീ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു 10 കൊല്ലത്തെ ലോണാണ് ഞാൻ പുതിയത് മാറ്റിയെടുത്ത റീഫൈനാൻസ് ചെയ്ത ലോൺ 10 കൊല്ലത്തെയാണ്. അപ്പൊ 10 കൊല്ലത്തില് മാസത്തില് ഞാൻ ഒരു ഇത്ര എമൗണ്ട് അടച്ചു പോയാൽ എനിക്ക് ഇതിനെപ്പറ്റി പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് 5% എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഒരു ഇൻഫ്ലേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയൊരു ആനുവൽ എക്സ്പെൻസ് അല്ല. അപ്പോ യൂഷ്വലി ഈ ഒരു റൗട്ടാണ് ഒരുപാടുപെട്ട എല്ലാവരും എടുക്കാറ്. ഒരു ടോപ്പ് 10-15 ബി സ്കൂൾ പ്രോഗ്രാംസിലുള്ള എല്ലാവർക്കും ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഇപ്പൊ US ബാങ്ക്സ് അല്ലെങ്കിലും പിന്നെ വേറെ ഇങ്ങനെ കുറച്ച് അവന്യൂസ് ഉള്ളത് പ്രോഡിജി ഫൈനാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് യൂറോപ്യൻ ആൻഡ് US MBAസിന് സ്പോൺസർ ചെയ്യുന്ന വേറൊരു പരിപാടി ഉണ്ട്. അതൊക്കെ മോസ്റ്റ്ലി കൊളാറ്ററൽ ഫ്രീ ആണ് എനിക്കറിയാവുന്നിടത്തോളം. ചിലതില് അവർ കോസൈനേഴ്സിന് ആവശ്യപ്പെടാറുണ്ട്. പക്ഷെ കോസൈനേഴ്സ് ഉണ്ടെങ്കിലും വലിയൊരു കടമ്പയല്ല അത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പൈസ കിട്ടാൻ അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷെ നീ പറഞ്ഞ മറ്റേ ഒരു പോയിന്റ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു പ്രഷർ, അത് വളരെയധികം ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എസ്പെഷ്യലി ഇന്റർനാഷണൽസിന് ഇങ്ങനെ ഇത്രയും വലിയൊരു ലോൺ എടുത്ത് നമ്മളൊരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ വിസ ഒരു വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അതുപോലെ തന്നെയുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ഈ പൈസ. നമ്മുടെ മനസ്സിന്റെ പിന്നിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഇത്രയും വലിയ 1.5 കോടി ലോൺ എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വന്നാൽ ഇതൊരിക്കലും അടച്ചു തീർക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഇവിടെ എങ്ങനെയെങ്കിലും നിൽക്കണം, ഇവിടെ എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണം, ഒരു കോർപ്പറേറ്റിൽ എന്തെങ്കിലും ഒരു റോൾ കിട്ടണം എന്നുള്ള വളരെ അധികം പ്രഷർ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റിന് ഇവിടുത്തെ ഒരു അമേരിക്കൻ നാഷണൽ വെച്ച് നോക്കുമ്പോൾ വളരെയധികം കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് എനിക്ക് തോന്നുന്നില്ല അതിന് മാറ്റം വരുമെന്ന് തോന്നില്ല. കാരണം ഇന്റർനാഷണൽസിന് ഞാൻ പറയുകയാണെങ്കിൽ IIM ഉള്ളതിനേക്കാളും കൂടുതൽ ഒരു പ്രഷർ ഇവിടെ നീ US MBA ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവും എന്നുള്ള കാരണം ഈ വിസയാണ്. നമുക്ക് ഇന്ത്യയിൽ ഇപ്പോ ലോണിന്റെ ഒരു ടെൻഷൻ മാത്രമല്ല, അത് വളരെ വലിയൊരു ടെൻഷനാണ്. പക്ഷെ എന്നാലും നമുക്ക് ഇവിടെ കോർപ്പറേറ്റിലേക്ക് കയറാനുള്ള 2 മെയിൻ കാരണമുള്ളത്, ഒന്ന് ലോൺ, രണ്ടാമത്തത് വിസ. അപ്പോ 2 കാരണം സ്റ്റാർട്ടിംഗ് ഫ്രം ലോൺ ആണ്. കാരണം ഈ ലോൺ ഉള്ളത് കൊണ്ട് ഇപ്പം ആ ഒരു പൈസ തിരിച്ചടയ്ക്കണം, US തന്നെ വർക്ക് ചെയ്യണം. അതായത് ഇപ്പം അല്ലെങ്കിൽ പിന്നെ മറ്റേ ആഫ്രിക്കയിലെ ടോളറാമിന്റെ ഒക്കെ പ്ലേസ്മെന്റ്സ് എടുത്ത് പോകേണ്ടി വരും. സോ അതെ. അപ്പൊ നമുക്ക് ഇത് അടച്ചു തീർക്കണമെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പൊ അതിന് വിസ സ്പോൺസർ ചെയ്യുന്ന കമ്പനി തന്നെ നമുക്ക് ജോലി കിട്ടണം. അപ്പൊ യൂഷ്വലി അത് ഈ കോർപ്പറേഷൻസ് ആയിരിക്കും, ബിഗ് കോർപ്പറേഷൻസ്. അപ്പൊ എല്ലാവരും ഈ ഒരു കൺസൾട്ടിംഗ് റൗട്ട് പോയിട്ട് ഒരു 5 കൊല്ലത്തില് ലോണൊക്കെ ഒന്ന് സൈഡാക്കി കഴിഞ്ഞിട്ട് നമുക്ക് സ്വന്തമായിട്ട് വല്ലതും ചെയ്യണമെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് യൂഷ്വലി ഇവിടെയുള്ള എല്ലാ ഇന്റർനാഷണൽസിനും കാണാറ്. സോ ആ ഒരു പാർട്ട് ശരിക്കും ഇപ്പം ഓൺടർപ്രണർഷിപ്പിലോട്ടൊക്കെ ഇപ്പം ഓൾറെഡി നിങ്ങളൊരു 5 years ഇപ്പൊ ആവറേജ് ഇപ്പൊ ക്ലാസ് വർക്ക് എക്സ്പീരിയൻസ് ചിലപ്പോൾ 3.5 to 4-5 years ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു ബി സ്കൂൾ എക്സ്പീരിയൻസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഓൺടർപ്രണർഷിപ്പിലോട്ട് പോകാനുള്ള ഒരു എക്സ്പീരിയൻസ് ബാച്ചിന് ഉണ്ടാവും. പക്ഷെ അത് ലിമിറ്റ് ചെയ്യുന്നുണ്ടോ? ആ ഒരു ലോൺ ഉള്ളത് അറ്റ്ലീസ്റ്റ് ഇന്ത്യൻസിനെ ലിമിറ്റ് ചെയ്യുന്നുണ്ടോ?
യെസ് യെസ്, ഇന്ത്യൻസ് ഇന്റർനാഷണൽസ് ഇൻ ജനറൽ വളരെയധികം ലിമിറ്റ് ചെയ്യുന്നുണ്ട് അത്. വളരെയധികം ലിമിറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ഇതില് ഞാൻ ഇപ്പൊ ഞാൻ എന്റെ സ്കൂളിൽ ഒക്കെ വളരെ റെയർ ആയിട്ട് കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഹാർവർഡിൽ ഞാൻ കുറച്ചുകൂടി കേട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇന്റർനാഷണൽസ് എൻ്റെ ഒരു അറിവിൽ വളരെ കുറവാണ്. ഒരു ഓണ്ടർപ്രണർഷിപ്പ് പാത്തിലേക്ക് പോകുന്ന ആൾക്കാർ വളരെ റെയർ തന്നെയാണ്. അതായത് ഒരു മൊത്തം ബാച്ച് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു ഇന്റർനാഷണൽ കോഹോർട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ലെസ് ദാൻ 5% ആൾക്കാർ മാത്രമാണ് ഓണ്ടർപ്രണർഷിപ്പ് മേ ബി ഇൻ ദ പാത്തിലേക്ക് ഫസ്റ്റ് പോകുന്നത്. 5 to 10 years അല്ലെ, അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെയും കുറച്ചുകൂടി ഒരു അതാണ് എല്ലാവരും ഒരു 5 കൊല്ലത്തില് നമുക്ക് ഈ ലോൺ ഒന്ന് സൈഡ് ആക്കണം, നമ്മുടേതായിട്ടുള്ള ഒരു പേരുണ്ടാക്കണം. പിന്നെ ഈ കൺസൾട്ടിങ് പോലത്തെ റോൾസിലേക്ക് കയറി കഴിഞ്ഞാലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അതെപ്പോഴും വളരെ നല്ലൊരു ഒരു സ്റ്റാർട്ടിംഗ് പ്ലേസ് ആണ്. നമുക്കിപ്പോൾ ഒരു ഓണ്ടർപ്രണർഷിപ്പിൽ കിടക്കണമെങ്കിൽ കണക്ഷൻസ് ഉണ്ടാക്കാനാണെങ്കിലും എല്ലാത്തിനും, എസ്പെഷ്യലി ഇപ്പൊ ഈ ഒരു MBB ലെവലിലൊക്കെ കയറാൻ പറ്റുകയാണെങ്കിൽ വളരെയധികം അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെയും കുറെ ആൾക്കാർ ഇത് ജസ്റ്റിഫൈ ചെയ്യാറുണ്ട്. നോട്ട് ജസ്റ്റ് മറ്റേ വിസയോ അല്ലെങ്കിൽ പൈസയോ മാത്രമല്ല, ഇങ്ങനത്തെ ഒരു വ്യൂ പോയിന്റും കുറെ ആൾക്കാർ എടുക്കാറുണ്ട്. നീ ഏതൊരു മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു. ഉണ്ട്. അപ്പൊ അതിനകത്ത് ഈ ക്വസ്റ്റ്യൻ തന്നെ ഇപ്പോഴും നമ്മൾ ക്ലിയർ ചെയ്യാത്ത ഒരു പോയിന്റ് എന്താന്ന് പറഞ്ഞാല്, ഇപ്പം ഇന്ത്യയിൽ ഇപ്പൊ ബി സ്കൂൾസിൽ കൂടുതലും അവരുടെ ഒരു ഫീസ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന അവരുടെ ഒരു ആവറേജ് CTCക്ക് അടുത്താണ്. അതായത് ഇപ്പൊ ഒരു IIMAയിൽ ഒരു 30 lakhs ഫീസ് ഉണ്ടെങ്കിൽ അവിടെ ഏതാണ്ട് ഒരു 30-32 ഒക്കെയാണ് ഇപ്പൊ ആവറേജ് വരുന്നത്. വെൻ യു ഗോ ടു ലക്നോ, കോഴിക്കോട്, ഇൻഡോർ ഒരു 25 ഫീസ്, 25 പാക്കേജ്, പിന്നെ അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ട്. ഇപ്പം ഈ 1.7 to സേ 2 crores അല്ലെ 1.5 crores എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ROയും ആ ഒരു ലെവലിലാണോ, അതോ അഗൈൻ അതിനെ കുറിച്ചൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ ഓഡിയൻസ് ഒന്ന് ക്ലാരിഫൈ ചെയ്തോളൂ. ഏകദേശം ആ ഒരു ലെവൽ തന്നെയാണ്. അതായത് ഇവിടെയും നീ പറഞ്ഞ ഒരു സെയിം ലോജിക്ക് തന്നെയാണ് അവരും ഫോളോ ചെയ്യുന്നത്. അതായത് അവർ എത്ര ഫീസ് വാങ്ങിക്കുന്നു അതിനാണ് കൂടുതലായിരിക്കണം ഒരു ആവറേജ് പ്ലേസ്മെന്റ് എന്നുള്ളൊരു ഇതിലാണ് ഇവരും കണക്ക് കൂട്ടുന്നത്. അപ്പൊ ആ ഒരു സെയിം ലെവലാണ്. ഇപ്പൊ ഒരു നീ ഞാൻ പറഞ്ഞ ട്രഡീഷണൽ പാത്ത്, അതായത് കൺസൾട്ടിങ്ങോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിലൊക്കെ പോവുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു പ്ലേസ്മെന്റ് ബോണസ് അടക്കം ഓൾമോസ്റ്റ് ആ ഒരു സെയിം ലെവലിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോ ഇവിടെയും ആ ഒരു സെയിം പ്ലേ ബുക്ക് തന്നെയാണ് ഇവരും, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പ്ലേ ബുക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. സെയിം സംഭവം തന്നെയാണ് എല്ലായിടത്തും ഫോളോ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഈ ഒരു 10 കൊല്ലത്തില് അല്ലെങ്കിൽ ഒരു 5 കൊല്ലത്തിൽ നമുക്ക് നല്ലൊരു ലെവലിലേക്ക് ലോൺ എത്തിക്കാൻ പറ്റും. ഇപ്പോ ഒരു ട്രഡീഷണൽ പാത്രത്തിൽ ഒരു കോർപ്പറേറ്റ് ലെവലിലേക്കാണ് പോകുന്നത് വെച്ചാൽ ഒരു 5 to 7 years നമ്മൾ ലോണിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതൊന്ന് ലോൺ സൈഡ് സൈഡ് ആക്കാൻ ആക്കാൻ എളുപ്പത്തിൽ പറ്റും. പറ്റും. Fine. ഇനി ഒരു ക്വസ്റ്റ്യൻ, ഇത് ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല എന്ന് എനിക്കറിയാം, പക്ഷെ ഇതൊരു യൂഷ്വൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ ഒരു 20 lakhs ഇൻ ബാംഗ്ലൂർ ഈക്വൽ ടു ഒരു $200K ഇൻ ഒരു എന്താ പറയാ ഒരു സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയ അല്ലെങ്കിൽ ഒരു സിറ്റി, ഒരു US നല്ലൊരു സിറ്റി എന്ന് എപ്പോഴും ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്. അതായത് ഇന്ത്യയെ പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിങ്ങൾ നിൽക്കണമെന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് ആണത്. അപ്പൊ ഈ ആർഗ്യുമെന്റിനകത്ത് കുറെ എന്താ പറയാ നമ്മള് അസംഷൻസ് ഉണ്ട്. ഈ അസംഷൻസ് നമ്മൾ പൊതുവെ പറയാറില്ല. അപ്പം ശരിക്കും ഇതിന്റെ ഒരു റിയാലിറ്റി എന്താണ്? ശരിക്കും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത് ഇതിനേക്കാൾ നല്ലത് ഒരു 25 LPAക്ക് എനിക്ക് ബാംഗ്ലൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ലൈഫ്, പർച്ചേസ് പവർ പാരിറ്റി, അതൊക്കെ അതിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. വെച്ചിട്ടാണ് നമ്മൾ എല്ലാവരും കണക്ക് കൂട്ടാറ്. എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഞാൻ പൂനെയിലും ബാംഗ്ലൂരിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള തന്നെയാണ്. സോ നമുക്ക് കിട്ടുന്ന കുറെ, ഇന്ത്യയിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പോ ഇന്ത്യ ഇത്ര സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യം ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന കുറെ എന്താണ് അമ്യൂണിറ്റീസ് ഉണ്ട്. നമുക്കിപ്പോ നമ്മുടെ സെപ്റ്റോ, അതുപോലെ ഫുഡ് ഡെലിവറി അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ, നമുക്കുള്ള ലക്ഷറീസ് കുറെ ഉണ്ട് അങ്ങനത്തെ. അത് കുറെയൊക്കെ കട്ട് ഡൗൺ ആവും ഇവിടെ വരുമ്പോൾ. കാരണം ഇവിടെ ഇല്ലാന്നല്ല, ഇവിടെ എല്ലാതും ഉണ്ട്, പക്ഷെ എല്ലാം കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. അപ്പോ ക്വാളിറ്റി ഓഫ് ലൈഫ് വെച്ച് നോക്കുമ്പോ, അതായത് ഇപ്പോ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ. ഇപ്പോ ഭക്ഷണം ഉണ്ടാകും തൊട്ട് വീട് വിട്ട് എല്ലാ കാര്യങ്ങളും ഒരുമാതിരിപ്പെട്ട എനിക്കറിയാവുന്ന ആരും ഒരു ഔട്ട്സൈഡ് ഹെൽപ്പ് വെച്ചിട്ട് ആരും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അവിടെ നമ്മുടെ ഇന്ത്യയിൽ കുറേ കൂടിയും അതിനായിട്ടുള്ള ഒരു ഫ്രീഡം, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐ ഡു എഗ്രി. അതായത് അവിടുത്തെ ഒരു മേ ബി ലൈക്ക് 30-35 lakhs കുഡ് ബി കമ്പയറബിൾ ടു ഇവിടുത്തെ ഒരു 200K. ഇതൊക്കെയാണ് ക്വാളിറ്റി ഓഫ് ലൈഫിന്റെ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ. പക്ഷെ എൻ്റെ ഒരു വേറൊരു ടേക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇവിടുത്തെ ഒരു 200K എന്ന് പറയുന്നത് ഇപ്പോ
ഒബ്വിയസ്ലി SF, ന്യൂയോർക്ക് പോലത്തെ വളരെ അൾട്രാ എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറ്റീസിൽ നിങ്ങൾ സിറ്റിയുടെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ദ എമൗണ്ട് ദാറ്റ് യു വിൽ ബി പേയിങ് മറ്റേ റെന്റ് ആയിട്ട് തന്നെ കൊടുക്കുന്ന ഒരു പൈസ വളരെ അധികമായിരിക്കും. നിങ്ങളൊരു 1 ബെഡ്റൂം എടുത്ത് മാൻഹാറ്റന്റെ നടുക്കൊക്കെ നിൽക്കുകയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ പറയുന്നതായിട്ട് വലിയ ബന്ധം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഇപ്പോ ഒരു $1,000 ഒരു മന്ത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തന്നെ ഒരു കൊല്ലത്തിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 10 ലക്ഷത്തിനടുപ്പിച്ച് സേവ് ചെയ്യാൻ പറ്റും. ഒരു 200K കിട്ടുന്ന ആൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല, ഒരു $12,000 ഒരു കൊല്ലത്തിൽ സേവ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അത് യെസ്, അതായത് ഇപ്പോ ഞാൻ സേവ് ചെയ്യുന്ന പൈസ ഞാൻ ഇവിടെ തന്നെ ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 12,000 വലിയൊരു എമൗണ്ട് അല്ല. ഇപ്പൊ എനിക്കൊരു വീട് വാങ്ങിക്കാനാണെങ്കിൽ ഇവിടെ ഒരു $600,000 കൊടുക്കണം, അല്ലെങ്കിൽ $700,000 കൊടുക്കണം. പക്ഷേ ഈ 12,000 ഞാൻ ഇന്ത്യയിലാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് 10 ലക്ഷം രൂപ തന്നെയാണല്ലോ. അപ്പോ ഒരു 30 ലക്ഷം അല്ലെങ്കിൽ 25 ലക്ഷം സാലറി ഉള്ള ഒരാൾക്ക് 10 ലക്ഷം സേവ് ചെയ്യാൻ എത്രത്തോളം എളുപ്പമാണ് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോ എൻ്റെ ഒരു മനസ്സിൽ അങ്ങനെയാണ് ഞാൻ ആലോചിക്കാറ്. അതായത് ഇപ്പോ ഇവിടെ കോംപ്രമൈസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ സർവീസ് ഓറിയന്റഡ് അല്ലാത്തൊരു രാജ്യമായതുകൊണ്ട് കുറെ കാര്യങ്ങൾ നമ്മളായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അങ്ങനെ കുറെ ലക്ഷറീസ് നമ്മൾ ഒഴിവായി പോകുന്നുണ്ട്. പക്ഷെ സേവ് ചെയ്യാനും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, നമ്മുടെ സ്പെൻഡിങ് എങ്ങനെയാണ്, അതൊക്കെ വളരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ മാൻഹാറ്റന്റെ അടുത്ത് $5,000 കൊടുത്ത് നമ്മളൊരു 1 ബെഡ്റൂം എടുത്ത് താമസിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി യു ആർ നോട്ട് സേവിങ് എ ലോട്ട്. പക്ഷെ ഇത് ഇപ്പോ എനിക്കിപ്പോ ഒരു സ്റ്റുഡന്റ് ലോൺ തിരിച്ചടയ്ക്കാനുണ്ട്, ഞാനൊരു തെറ്റില്ലാത്ത സ്ഥലത്താണ് നിൽക്കുന്നത്, അങ്ങനത്തെ ഒക്കെ ആണെങ്കിലും ഐ എം സ്റ്റിൽ ഏബിൾ ടു സേവ് യുനോ ഒരു റീസണബിൾ എമൗണ്ട് എനിക്ക് എല്ലാ മാസവും സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോ എൻഡ് ഓഫ് ദ ഡേ ഐ തിങ്ക് ദിസ് വാസ് എ വർത്ത് വൈൽ ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പോ ലോങ് ടേമിൽ US നിൽക്കുകയാണെങ്കിൽ ഐ തിങ്ക് ദിസ് ഇസ് ഡെഫിനറ്റ്ലി റിയലി ഗുഡ് ഇൻവെസ്റ്റ്മെന്റ്. എന്റെ ഒരു ഡിസിഷൻ ഇതുവരെ അതിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ എന്താണ് ഇനി ലോങ് ടേമിൽ ഇവിടെ നിൽക്കണോ, തിരിച്ച് നാട്ടിലേക്ക് വരണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചെറുതായിട്ട് മനസ്സിലുണ്ട്. കാരണം നമ്മുടെ വിസയുടെ പ്രശ്നങ്ങളും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെയാവും നമ്മുടെ കൺട്രോളിലില്ലാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോ എത്രത്തോളം ഇതിന്റെ റിട്ടേൺസ് എനിക്ക് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ലോങ് ടേമിൽ ഐ തിങ്ക് ROI വൈസ് കോർപ്പറേറ്റിൽ നിൽക്കുകയാണെങ്കിൽ ഇവിടെ വളരെയധികം നമുക്ക് ഒരു റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു യെസ്. അതായത് PPP ഈസ് ഇമ്പോർട്ടൻറ്റ്. ഐ തിങ്ക് ഞാൻ കുറച്ച് കാണല്ലോ അത്, അതായത് പക്ഷെ എന്നാലും 25 ലക്ഷം അല്ലെങ്കിൽ ഒരു 30 ലക്ഷമാണ് ഒരു 200K ഇൻ ദ US ഡയറക്ട് കമ്പാരിസൺ എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. എസ്പെഷ്യലി എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോഴും ഈ കണക്കാക്കാറുള്ളത് നമുക്ക് എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റും, നമുക്ക് എത്രത്തോളം ഈ ഒരു ഇതില് തെറ്റില്ലാത്തൊരു ലൈഫ് ലീഡ് ചെയ്ത് എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിൽ ഞാൻ എപ്പോഴും കാണാറ്. അപ്പൊ അത് എനിക്ക് ഇതുവരെ എനിക്ക് ഒരു കുഴപ്പം തോന്നിയിട്ടില്ല. അങ്ങനത്തെ ഒരു ഇതില് ഞാൻ ഒരു തെറ്റായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തത് ഇവിടെ US വരുന്നതിനെ പറ്റിയിട്ട്. മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും വിഷമം തോന്നാറുള്ളത് നമ്മൾ നാട്ടിൽ നിന്ന് ഇത്ര മാറി നിൽക്കുന്നു എന്നുള്ള ഒരു സംഭവമാണ് ഏറ്റവും വലിയ. കല്യാണങ്ങൾ, കൂട്ടുകാരുടെ കല്യാണങ്ങളും എല്ലാവരും മിസ്സാവുന്നതാണ് ഏറ്റവും വലിയ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പൊ നമ്മള് പാരന്റ്സ് ആണെങ്കിൽ ഇപ്പൊ എന്റെ പാരന്റ്സ് നാട്ടിൽ തന്നെയാണ്. അപ്പൊ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറ്. അതായത് ഈ ഒരു ഡിസിഷൻ എടുത്തതിന്റെ, അല്ലാതെ ഈ പൈസ അല്ലെങ്കിൽ ഒരു റെമ്യൂണറേഷൻ വൈസ് അല്ലെങ്കിൽ ഒരു കരിയർ ട്രജക്ടറി വൈസ് ഇത് വളരെ നല്ലൊരു ഡിസിഷൻ ആയിട്ട് തന്നെയാണ് എനിക്ക് ഇപ്പോഴും തോന്നിയത്. ഇത് റീസെന്റ് ഞാൻ ഒരു US ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിക്കുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ വേറൊരു ഫാക്ടറും കൂടി ഉണ്ട്. അതായത് നിങ്ങളിപ്പം ഇന്ത്യയിൽ 30 lakhs ഏൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ 30 lakhs വെച്ചിട്ട് മാക്സിമം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കൺട്രീസ് എന്ന് പറയുന്നത് ഇന്ത്യയും നേപ്പാളും മാക്സിമം ഒരു ശ്രീലങ്കയും കുറച്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ആയിരിക്കും. പക്ഷെ US അതിന്റെ PPP ഈക്വലന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോകത്തിൽ എവിടെയും അതേ ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഓൾമോസ്റ്റ് ലൈക്ക് ജീവിക്കാം എന്നുള്ളൊരു ഫാക്ടറും ഉണ്ട്. അപ്പം പിന്നെ എനിക്ക് പിന്നെ അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. വേറൊരു കാര്യം, ഇത് കുറച്ച് പേഴ്സണലി അതായത് ഓരോ ആൾക്കാരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. എനിക്ക് യാത്ര ചെയ്യാൻ കുറച്ച് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വേണമെങ്കിൽ ബാക്കി സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് കുറച്ചും കൂടിയും ഒരു ഫ്രീഡം ഉണ്ട്. അപ്പോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എല്ലാത്തിനും ഒരു സ്പെൻഡിങ് പവർ നമ്മൾ വളരെയധികം കൂടിയ പോലെ തോന്നാറുണ്ട്. നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സെയിം ഒരു പോയിന്റ് തന്നെ. ഇപ്പൊ ഞാൻ
നാട്ടിൽ നിന്നിട്ടും കുറച്ചൊക്കെ യാത്ര ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ എന്നാലും ഇവിടെ വന്നതിന് ശേഷം അത് കുറച്ചും കൂടി ഒരു ഒരു ഇന്റർനാഷണൽ കറൻസി ആയിട്ട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എക്സാക്ട്ലി. പിന്നെ ഡിനോമിനേഷൻ നമ്മൾ ലേൺ പവർ ചെയ്യുമ്പോൾ കൂടിയ സ്പെൻഡിങ് പവർ വളരെയധികം കൂടിയ പോലെ തോന്നാറുണ്ട് എപ്പോഴും. ഇവിടെ നിന്ന് ഇപ്പൊ നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ യൂറോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആയി, കുറച്ച് കൂടുതലാണ് യൂറോ. എന്നാലും ഒരു സ്പെൻഡിങ് പവർ നമ്മൾ അധികം അങ്ങോട്ട് നമ്മളെ എഫക്ട് ചെയ്യാത്ത പോലെ തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ ഏൺ ചെയ്യുന്നത് മനസ്സിലായി. ഡോളേഴ്സിലാണ്. അപ്പോൾ യൂറോയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ അത്ര അധികം തോന്നാമല്ലോ. പക്ഷെ ആദ്യം ഞാൻ ഇന്ത്യയിൽ നിന്ന് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു യൂറോയിൽ. അത് കോവിഡ് കാരണം നടന്നില്ല. പക്ഷെ എന്നാലും യൂറോപ്പിലേക്ക് പോകാൻ നമ്മൾ ആലോചിക്കുമ്പോൾ ഓരോ ഇതും നമ്മളിങ്ങനെ രൂപയിൽ നിന്ന് യൂറോയിലേക്ക് മേടിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഈ ഡോളറിൽ നമുക്കിങ്ങനെ പൈസ കിട്ടുമ്പോൾ ഉള്ളൊരു സ്പെൻഡിങ് ഡിഫറൻസ് വളരെയധികം തോന്നാറുണ്ട്. അത് ശരി തന്നെയാണ്. ഡെഫിനറ്റ്ലി. ഞാൻ രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻസും കൂടെ ഉള്ളൂ, ഫൈനൽ കുറച്ച് ക്വസ്റ്റ്യൻസ്. അതില് ഈ ആർഒയുടെ ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഹാൻസ് തന്നെ തൊട്ട് മുന്നേ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഫീസിന്റെ കാര്യം പറയുമ്പോൾ 80% ലോൺ കിട്ടി, ബാക്കി ഒരു 20% കാര്യം പറഞ്ഞു. 20% ഒരു സ്കോളർഷിപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് എനിക്ക് അറിയേണ്ട സ്കോളർഷിപ്സിനെ കുറിച്ചാണ്, എത്രത്തോളം ആക്സസിബിൾ ആണ് ടോപ്പ് സ്കൂൾസിൽ എന്നുള്ളത്. രണ്ടാമത്തത്, ഇൻ കേസ് സ്കോളർഷിപ്പ് ഇല്ലെങ്കിൽ, എന്റെയില് അധികം സേവിങ്സും ഇല്ലെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ എന്താണ്? പാർട്ട് ടൈം ജോബ് എന്ന് സ്ഥിരമായിട്ട് പറഞ്ഞു കേൾക്കാറുണ്ട് പുറത്ത് പോകുന്നവർ. പക്ഷെ ഒരു MBA പോലത്തെ ഒരു റിഗറസ് പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് നമുക്ക് അതിനുള്ളൊരു ടൈം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ അതൊരു അതിന്റെ ഒരു കാര്യം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ആദ്യം സ്കോളർഷിപ്പിനെ പറ്റി പറയണം. സ്കോളർഷിപ്പ് കുറെയൊക്കെ നമ്മൾ പോകുന്ന കോളേജിന്റെ ഒരു കൺട്രോളിലാണ്. അതായത് എനിക്കറിയാവുന്നിടത്തോളം ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഇങ്ങനെ ഒരു സെൻട്രൽ ഗവൺമെന്റ്, US ഗവൺമെന്റ് വഴി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നീ ഇപ്പൊ പോകുന്ന കോളേജിന്റെ അവരുടെ പല പല കോളേജുകൾക്കും പല പല എന്താണ് രീതികളാണ് ഈ കാര്യത്തിനൊക്കെ. യൂഷ്വലി മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്പ് ആണ്. അതായത് അവർക്ക് തോന്നുകയാണ് നമ്മൾ ആ സ്കൂളിലേക്ക് വരണം, അവർക്ക് അത്ര ആഗ്രഹം ഉണ്ട് എന്ന് വെച്ചാണെങ്കിൽ അവര് കൂടുതൽ സ്കോളർഷിപ്പ് തരും. ചിലർക്കൊക്കെ ഓൾമോസ്റ്റ് 50% അടുപ്പിച്ച് സ്കോളർഷിപ്പ് ഒക്കെ കിട്ടുന്ന ഒരുപാട് കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്റർനാഷണൽസിന് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അത് ഐ ഡോണ്ട് നോ ഹൗ മച്ച് ട്രൂത്ത് ഇസ് ടു ദാറ്റ്. പക്ഷെ എന്നാലും കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് ഞാൻ ജനറലി കേട്ടിരിക്കുന്നത് സ്കോളർഷിപ്പ് കിട്ടാൻ. സോ സ്കോളർഷിപ്പ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കരുത് എന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ ആദ്യം അങ്ങനെയായിരുന്നു എന്റെ മനസ്സിൽ. ഞാൻ ഇതിപ്പോ ആദ്യം പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ എന്റെ ഇതിൽ ഞാൻ ഇത്രയും വലിയൊരു ലോൺ എന്തായാലും എടുക്കില്ല, സ്കോളർഷിപ്പ് കിട്ടാൻ മാത്രമേ ഞാൻ പോകുള്ളൂ എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ നിന്നിരുന്നത്. പിന്നെ ഇങ്ങനെ ഒരു US നിന്ന് ലോൺ കിട്ടുന്നു, കൊളാറ്ററൽ ഇല്ലാതെ ഒരു ലോൺ കിട്ടുന്നു, അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത്. എനിവേസ്, അപ്പോൾ സ്കോളർഷിപ്പ് വളരെ കേസ് ടു കേസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, സ്കൂൾ ബേസ്ഡ് ആണ്. അപ്പൊ കുറെ ഡിഫറൻസസ് കാണാൻ പറ്റും. പക്ഷെ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ഒരു ROI വെച്ച് നോക്കുമ്പോൾ ട്രഡീഷണൽ പാത്തിൽ പോകാനാണ്, കൺസൾട്ടിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിലേക്ക് പോകാനാണ് പ്ലാൻ. നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ട്. ഇതിനേക്കാളൊക്കെ വലിയൊരു ഫാക്ടറാണ് മാർക്കറ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇപ്പോ ഒരു കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് മാർക്കറ്റ് വളരെ മോശമാണ്. അപ്പൊ അതിന്റെ കുറെ പ്രശ്നങ്ങൾ വേറെ ഉണ്ട്. അപ്പോ ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതൊരു റിസ്ക് വേഴ്സസ് റിവാർഡ് കമ്പാരിസൺ ആണ് എപ്പോഴും. എല്ലാ പീസ്ഫുൾ പ്രോഗ്രാംസ് അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് തോന്നുകയാണ് യു ക്യാൻ ഡു ദിസ്, ദെൻ യു ഷുഡ് ഡെഫിനറ്റ്ലി ടേക്ക് ദിസ് റിസ്ക്. ഈ സ്കോളർഷിപ്പ് എത്ര കിട്ടുന്നു അത് ഇറസ്പെക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങൾക്ക് നല്ല ട്രഡീഷണൽ പാത്തിൽ ഒരു കൺസൾട്ടിംഗ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് റോൾ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉറപ്പുണ്ടെങ്കിൽ ഐ തിങ്ക് ദിസ് ഇസ് വർത്ത് ഇറ്റ്. ഇതാണ് ഒരു സ്കോളർഷിപ്പിനെ പറ്റിയുള്ള ഒരു ജനറൽ ഔട്ട്ലൈൻ. അതായത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല ഇത് മാത്രം നോക്കി ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു ജനറൽ സജഷൻ. നിങ്ങളുടെ കരിയർ ട്രജക്ടറി എങ്ങോട്ട് പോകും, നിങ്ങൾക്ക് എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഒരു പാർട്ട് സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതനുസരിച്ചിരിക്കും. പിന്നെ ഈ 20% പാർട്ട് ടൈം ആയിരുന്നു അടുത്ത പാർട്ട് പാർട്ട് ടൈം. അതിനേക്കാൾ മുമ്പ് ഈ 20%ന്റെ സംഭവം ഐ ഹവ് ഹേർഡ് കുറച്ച് ആൾക്കാര് നാട്ടിൽ നിന്ന് ഈ 20% ലോൺ നാട്ടിൽ നിന്ന് എടുക്കുന്ന കുറച്ച് പേരുടെ കഥയും ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ആ ഒരു ചെറിയ പെർസെന്റേജ് ഓഫ് ലോൺ മേ ബി നാട്ടിലെ എന്തെങ്കിലും ഒരു പേഴ്സണൽ ലോൺ എന്നുള്ള രീതിയിൽ നാട്ടിൽ നിന്ന് എടുത്ത് വരുന്ന ആൾക്കാരുടെ കഥയും ഞാൻ കേട്ടിട്ടുണ്ട്. പാർട്ട് ടൈമിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ബിസിനസ് സ്കൂൾസിൽ ഞാൻ കേട്ടിടത്തോളം അതൊരു കൾച്ചർ അല്ല എൻ്റെ ഒരു അറിവില്. MBA ചെയ്യാൻ വരുന്ന ആൾക്കാർ പാർട്ട് ടൈം ചെയ്യുന്നത് ഞാൻ കേട്ടിടത്തോളം ഇപ്പോ ഞാൻ പഠിച്ച സ്കൂളിൽ തീരെ ഉണ്ടായിരുന്നില്ല. ലൈക്ക് ആരും ഞാൻ അങ്ങനെ ഒരു പാർട്ട് ടൈമിൽ പോയി കണ്ടിട്ടില്ല. അപ്പോ വളരെ വലിയൊരു പ്രോബ്ലം ഐ തിങ്ക് മെന്റൽ ബ്ലോക്ക് ആണ് കുറച്ചും കൂടി. ഇപ്പൊ നിന്റെ ബാച്ചിൽ വേറെ ആരും ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിനക്കൊറ്റ ഇങ്ങനെ ഒരു പാർട്ട് ടൈം ചെയ്യാൻ കുറച്ചധികം ഒരു മെന്റലി ഒരു ബ്ലോക്ക് ഉണ്ടായിരിക്കില്ല എന്തായാലും. അപ്പൊ അതൊരു വളരെ ഒരു വലിയ പ്രഷറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ ഞാൻ
വരുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വിസ റെസ്ട്രിക്ഷൻസും ഉണ്ട്. അതായത് ശരിക്കും ആഹ്, ഏഹ്, ഇത് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ, പക്ഷെ എൻ്റെ ഒരു അറിവനുസരിച്ച് ഇവിടെ ശരിക്കും നമ്മൾ വരുന്ന സ്റ്റുഡന്റ് വിസയിൽ നമുക്ക് കോളേജിനുള്ളിൽ തന്നെയുള്ള വർക്ക്സ് ആണ് ശരിക്കും ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള റെസ്ട്രിക്ഷൻ ഉണ്ട് ശരിക്കും. ഓക്കെ പക്ഷെ അത് കുറെ ഓക്കെ. പേര് അങ്ങനെ നോക്കാറില്ല. നമ്മളിങ്ങനെ ക്യാഷ് ആയിട്ട് വാങ്ങിച്ച് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും സംഭവം ലീഗലി നോക്കുകയാണെങ്കിൽ നമ്മൾ കോളേജിനുള്ളിൽ തന്നെ ഒരു വർക്ക് ചെയ്യണം. അത് വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ അതിനധികം ഓപ്പർച്യൂണിറ്റീസും കിട്ടാറില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ബാച്ചിൽ വേറെ ആരും ചെയ്യാതിരിക്കുമ്പോൾ നമുക്കൊരു പിയർ പ്രഷർ വളരെ കൂടുതലായിരിക്കും. നമ്മൾ ഉറപ്പായിട്ടും മാത്രം ഉറപ്പായിട്ടും. നെറ്റ്വർക്കിംഗ് ഒന്നും ചെയ്യാതെ നമ്മൾ ഈ വർക്കിന് വേണ്ടി പോവാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഇതിനെയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു ചെറിയ സ്കോളർഷിപ്പ് കൂടി കിട്ടിയ കാരണം അധികം എൻ്റെ ഒരു പേഴ്സണൽ സേവിങ്സിലേക്ക് ഇറക്കേണ്ട വരാത്തതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി ഒരു വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. സോ ഇതാണ് ഇതിനെ പറ്റിയിട്ട്. നീ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്. ഇല്ല, ഇതില് പാർട്ട് ഇതെന്താ? ടൈം തന്നെ ആയിരുന്നു. ഇനി അടുത്ത ഓക്കെ ഒരു ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ്, നമുക്കൊരു 8 മിനിറ്റ്സ് ആണ് ഓക്കെ. മീറ്റിംഗ് ഇതുള്ളത്, അതിൽ ഉള്ളിൽ തീർക്കാം. അപ്പം യാ ഇനി അടുത്തൊരു മേജർ ക്വസ്റ്റ്യൻ. ഇപ്പം MBB പലതവണ ഹാൻസ് പറയുന്നുണ്ടായി. അപ്പം യെസ്. ഇന്ത്യൻ ബി സ്കൂൾ സെനാരിയോയിൽ MBBs വരുന്ന ബി സ്കൂൾസ്, അതിൽ ഇപ്പം ബെയിനും BCG ഒക്കെ വരുന്ന അവർ ഫ്രണ്ട് ആൻഡ് കൺസൾട്ടിങ്ങിന് ഹയർ ചെയ്യുന്നത് വളരെ ലിമിറ്റഡ് ബി സ്കൂൾസ് എന്നാണ്, ഒരു 3 to 4 ബി സ്കൂൾസ് എന്നായിരിക്കും. ബാക്ക് ആൻഡ് കൺസൾട്ടിങ്ങും കൂടെ കൗണ്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഒരു മാക്സിമം ഒരു 10 ബി സ്കൂൾസിലൊക്കെയാണ് അവര് ഹയർ ചെയ്യാറുള്ളത്. അത് തന്നെ അവർ വരുമ്പം ഡെഡിക്കേറ്റ്ലി നോക്കുന്ന ഡയറക്ടേഴ്സ്, ഡീൻസ് മെറിറ്റ് ലിസ്റ്റിലൊക്കെ ഉള്ള കുറച്ച് വളരെ സ്റ്റുഡീസ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെയാണ്. അവർ തന്നെ കൺവേർട്ട് ചെയ്ത് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഓൺ എ ഗുഡ് ഡേ 13-14 hours ടു എ ബാഡ് ഡേ 18 hours ഒക്കെ വർക്ക് ഉണ്ട്. അപ്പൊ അത്ര അധികം അങ്ങനത്തെ ഒരു വർക്ക് കൾച്ചറാണ്. അത് ശരിക്കും ഇന്ത്യന്നായതുകൊണ്ടാണ്. കാരണം ഇന്ത്യയിൽ ഇപ്പൊ IIMs കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ കോർപ്പറേറ്റ്സ് ഉള്ള ബെസ്റ്റ് റോൾസിൽ നമുക്ക് കയറാൻ പറ്റും. പക്ഷെ ഇന്റർനാഷണൽ പ്ലേസ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഓൾമോസ്റ്റ് ഇൻഎക്സിസ്റ്റന്റ് ആണ് ഇപ്പം ഇന്ത്യൻ സെനാരിയോയിൽ. അപ്പൊ അവിടെ നിങ്ങൾ ഈ MBBയിൽ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ, ഇപ്പം ഇന്ത്യയിൽ ഇപ്പം ഹാൻസിന്റെ ഫ്രണ്ട്സ് എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് എത്രത്തോളം പ്രഷർ ഉണ്ട്, കാര്യങ്ങൾ അറിയുന്നുണ്ടാവില്ല. അപ്പം അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആണോ? കാരണം നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ, ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നത് അവരുടെ ഒരു ബാക്ക് എൻഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ഏജൻസി ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണോ ഇന്ത്യൻസിന് വർക്ക് ലോഡ് കൂടുന്നത്, അതോ ഇസ് ഇറ്റ് സംതിങ് കമ്പയറബിൾ ഇൻ ദ US ആസ് വെൽ വിത്ത് റിഗാർഡ് ടു വർക്ക്? ഈ നീ പറഞ്ഞ ഈ MBB ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് റോളിലേക്ക് കയറുകയാണെങ്കിൽ അവിടെ മാത്രമാണ് ഞാൻ കേട്ടിടത്തോളം ഈ ഇവിടെയും വർക്ക് കൾച്ചർ വളരെ മോശമായിട്ടുള്ള ഒരു രണ്ട് വിഭാഗം ആൾക്കാരാണ് MBB കൺസൾട്ടിങ് അല്ലെങ്കിൽ ജനറലി സ്ട്രാറ്റജി കൺസൾട്ടിങ് ഒരു കുറച്ച് നൊട്ടോറിയസ് ആണ് ഇവിടത്തെയും വർക്ക് അവേഴ്സിന്. ഇവിടെയാണെങ്കിലും അവരൊരു 12 മണിക്കൂർ 13 മണിക്കൂർ ഒക്കെ വർക്ക് ചെയ്യുന്ന കുറെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ ഒരുപാട് ട്രാവലിംഗ് ഉണ്ടാകും ഇവർക്ക്. എസ്പെഷ്യലി ഈ MBB. ബാങ്കേഴ്സിനില്ല, ബാങ്കേഴ്സിന് വർക്ക് അവേഴ്സ് മാത്രമാണ്. അവർക്ക് യൂഷ്വലി എനിക്ക് തോന്നുന്നത് സാറ്റർഡേ മാത്രം പ്രൊട്ടക്റ്റഡ് ഉള്ളൂ. അവർക്ക് സൺഡേ വരെ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ 6 ദിവസം വർക്കിംഗ്. അങ്ങനെ കുറെ ഇവിടെയും കൾച്ചറലി വർക്ക് കൾച്ചർ വൈസ് വളരെ മോശമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ പോസ്റ്റ് MBA ഞാൻ പറഞ്ഞ ട്രഡീഷണൽ പാർട്സ്. അതായത് കൺസൾട്ടിങ്, IB എസ്പെഷ്യലി കൺസൾട്ടിങ്. സ്ട്രാറ്റജി കൺസൾട്ടിങ് അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് റോൾസ്. ഇവിടെ വർക്ക് കൾച്ചർ വൈസ് US-ലാണെങ്കിലും വളരെ മോശമായിട്ടുള്ള ഒരു രണ്ട് സംഭവമാണ് അത്. പിന്നെ വേറെന്തായിരുന്നു ക്വസ്റ്റ്യൻ? പക്ഷെ അതല്ലാത്ത വേറെന്താണ് ഓൾട്ടർനേറ്റീവ്സ് ബാക്കിയുള്ള റോൾസിൽ ഓക്കെ. എങ്ങനെയാണ്? ഇപ്പൊ അതല്ലാതെ ഇപ്പൊ വേറെ ഇവിടെ കുറച്ച് പേര് ഈ ജനറൽ മാനേജ്മെന്റ് റോൾസിലേക്ക് കയറുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഫാർമ റോൾസിലേക്ക് കയറുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് കൺസൾട്ടിംഗ് ആണെങ്കിലും സ്ട്രാറ്റജി കൺസൾട്ടിംഗ് അല്ല, ഇറ്റ്സ് കോൾഡ് എക്കണോമിക് കൺസൾട്ടിംഗ്. അപ്പൊ അത് കുറച്ചും കൂടി ഒരു ഡിഫറെന്റ് ഫ്ലേവർ ആണ്. പക്ഷെ എനിക്കും ചില ദിവസങ്ങൾ ഇതുപോലെ 10-12 മണിക്കൂറും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ജനറലി കുറച്ചും കൂടി ബെറ്റർ വർക്ക് ലൈഫാണ്. എനിക്ക് ട്രാവൽ ഇല്ല. അപ്പൊ അത് കാരണം ഞാൻ ഇവിടെ തന്നെയാണ്, സിറ്റിയിൽ തന്നെയാണ്. എൻ്റെ ഓഫീസ് ഇവിടെ തന്നെയാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടിയും ഒരു ബെറ്റർ വർക്ക് ലൈഫ് ഉണ്ട്. പക്ഷെ ജനറലി ഈ വർക്ക് ലൈഫ് ഓഫ് സംബഡി ഹൂസ് ഗോയിങ് ഇൻ ടു MBB in India and I think US is pretty comparable. പക്ഷെ ഇത് US മാത്രമാണ്. യൂറോപ്പിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ഇവിടെ US-ലാണ് ഞാൻ ഈ കൺസൾട്ടിങ്ങിലും IB-യിലും ഒക്കെ ഇത്ര മോശമായിട്ട് കേട്ടിട്ടുള്ളൂ. പക്ഷെ എല്ലാവരും ഇതൊരു എനിക്ക് തോന്നുന്ന കയറുന്ന ഒരു ഒരു 80-90% ആൾക്കാരും ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെയായിട്ട് ഞാൻ കാണാറ്. കാരണം ആരും ഒരു 5 ഇയേഴ്സിൽ കൂടുതൽ ഈ കൺസൾട്ടിങ് റോൾസിൽ നിൽക്കാറില്ല. കാരണം അവർക്ക് എല്ലാവർക്കും വർക്ക് പ്രഷർ കുറച്ചധികം തോന്നിയിട്ട് എല്ലാവർക്കും വേറെ എന്തെങ്കിലും ഒരു കോർപ്പറേറ്റ് റോളിലേക്ക് കയറണമെന്ന് ഞാൻ എപ്പോഴും നിൽക്കാറ്. പക്ഷെ അതിനൊരു നല്ല സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടാണ് എപ്പോഴും ഈ സ്ട്രാറ്റജി കൺസൾട്ടിംഗ് റോൾസ് അല്ലെങ്കിൽ IB റോൾസ് എപ്പോഴും നിൽക്കാറുള്ളത്.
സോ പക്ഷെ കുറെ കൂടി എക്സ്പോഷർ ഉണ്ട്. ഇപ്പൊ നീ പറഞ്ഞ പോലെ ഇവിടെ ഒരു ടോപ്പ് 10 to 15 ബി സ്കൂൾസിൽ എനിക്ക് തോന്നുന്ന ഒരു 10% to 20% പ്ലേസ്മെന്റ്സ് ഗോസ് ഇൻ ടു ലൈക്ക് കൺസൾട്ടിങ്. അതേ അത്ര തന്നെ ഒരു എമൗണ്ട് ഗോസ് ഇൻ ടു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്. അതും അവരുടെ ടോപ്പ് ലൈക്ക് ആക്ച്വൽ കൺസൾട്ടിങ് ലൈക്ക് ഫ്രണ്ട് ഓഫീസ് റോൾസ് ലൈക്ക് ക്ലൈന്റ് ഓക്കെ. ഇന്ററാക്ഷൻസ് ആൻഡ് ഓൾ ദാറ്റ്. അതിലേക്ക് തന്നെ അത്രയും നല്ലൊരു പെർസെന്റേജ് ആൾക്കാർ കയറാറുണ്ട് ഇപ്പോഴും. ദർ ഓൾവേസ് ലൈക്ക് അതിലൊരു പെർസെന്റേജ് മാത്രമായിരിക്കും ഇന്റർനാഷണൽ സ്റ്റുഡൻസ്, ബാക്കിയായിരിക്കും അമേരിക്കൻസ്. അപ്പോൾ അങ്ങനെ അതിലും കുറച്ച് സെലക്ഷൻസ് വരാറുണ്ട്, എന്നാലും നല്ലൊരു എക്സ്പോഷർ ഉണ്ട്. അപ്പോൾ അത് എപ്പോഴും ഉള്ളൊരു കാര്യമാണ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. അപ്പോ എന്തായാലും 1.5 മണിക്കൂറായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് അല്ല, ഇതിന് കുറച്ച് കട്ട് ചെയ്തു. ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പിന്നെയും പിന്നെയും പറഞ്ഞ പോലെ എനിക്കും തോന്നി. പക്ഷെ എന്നാലും ഇല്ലില്ല, ആക്ച്വലി എല്ലാം ഇൻഫോർമേറ്റീവ് ആയിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ശരിക്കും ഒരു ഇന്റർനാഷണൽ എംബിയെ കുറിച്ച് കൂടുതൽ കമ്പാരിറ്റീവ് അതായത് കാണുന്നവർ മനസ്സിലാക്കേണ്ട സാധനം, നമ്മളിപ്പം ഈ ഒരു വീഡിയോയിൽ കമ്പയർ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ഇത് കേട്ടിട്ട് എല്ലാ ഇന്റർനാഷണൽ ബി സ്കൂൾസും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഇന്ത്യ വിട്ടു കഴിഞ്ഞാലുള്ള എല്ലാ ബി സ്കൂൾസും ഇങ്ങനെയാണ്, അതല്ല പറയുന്നത്. വി ആർ കമ്പയറിങ് അവിടുത്തെ ഏറ്റവും ക്രീം ടോപ്പ് ബി സ്കൂൾസ് വിത്ത് ഇവിടുത്തെ ടോപ്പ് ബി സ്കൂൾസ്. ആ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ നടത്തുന്നത്. അപ്പം ഡെഫിനറ്റ്ലി നമുക്ക് ഇനി ചെയ്യേണ്ട ഒരു കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾക്കാർ ചോദിക്കുന്ന ഈ MIM പ്രോഗ്രാംസ് ഒക്കെ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. പുറത്ത് നമുക്കിപ്പോ യൂറോപ്പിലേക്ക് ഒരു tier 1 tier 2 ഇന്റർനാഷണൽ ബി സ്കൂൾസ് വേഴ്സസ് ഇന്ത്യയിലെ ടോപ്പ് കോളേജിലെ MIM ഫോർ ഫ്രഷേഴ്സ് ഫ്രോം എ ഫ്രഷേഴ്സ് POV. കാരണം ഇത് കൂടുതലും നിങ്ങൾക്ക് അവിടെ അഡ്മിറ്റ് കിട്ടണമെങ്കിൽ തന്നെ ഒരു ഇന്റർനാഷണൽ ബി സ്കൂളിൽ അത്യാവശ്യം റെലവന്റ് വർക്ക് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. അപ്പം ആ ഒരു പ്രോഗ്രാമിന്റെ ഒരു കമ്പാരിസൺ ആണ്. അപ്പം ഡെഫിനറ്റ്ലി ഹാൻസ്, താങ്ക്സ് ലോട്ട്. അവിടെ 10:30 നമ്മൾ തുടങ്ങിയതാണ്, ഇപ്പൊ ഏതാണ്ട് ഒരു 12 മണി ആയിട്ടുണ്ടാവും. സോ ഹാപ്പി വീക്കെൻഡ്. നോ പ്രോബ്ലം. എന്തായാലും ഒരു ദിവസം ഹോപ്പ്ഫുള്ളി ഇത് കുറച്ച് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എനിക്കറിയാം ഞാൻ വളരെയധികം കുറച്ചധികം സംസാരിക്കുന്ന കൂട്ടത്തിലാണ്, അത് കാരണം കുറച്ച് അല്ലല്ല നീണ്ടു പോകാൻ വളരെയധികം വളരെ വളരെ റിഫ്രഷിംഗ് കോൺവെർസേഷൻ ആയിരുന്നു. ആൻഡ് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടി എനിക്ക് പേഴ്സണലിയും, ഡെഫിനറ്റ്ലി ഓഡിയൻസിന് ഒരുപാട് അധികം ഇൻസൈറ്റ്സ് കിട്ടി. സോ താങ്ക്സ് ലോട്ട് ഹാൻസ് ഫോർ കമ്മിങ്. ഓഫ് കോഴ്സ്. താങ്ക് യു. ബൈ.